സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ജന്മാദ്യസ്യ യതോന്വയാതിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവൈഃ മുഹ്യന്തി യത്സൂരയ തേജോ വാരിമൃദാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്झितകൈതവോത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിः തൽക്ഷണാൽ നിഗമകൽപ്പതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം. മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരോഭിനേതു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവം അഖിലശ്രുതിസാരം ഏകം അധ്യാത്മദീപം അതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമാം. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ഗുരുനാഥൻ തുണാചൈകസന്തതം തിരുനാമങ്ങൾ നാവിന്മലെപ്പോഴും പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ. സർവേശ്വരനായ ഭഗവാന്റെ പരമാനുഗ്രഹ വൈഭവം കൊണ്ടും ഗുരുനാഥന്മാരുടെ കാരുണ്യം കൊണ്ടും ഈ പുണ്യമേറിയ ഈ വേദിയിൽ ഗുരുജനങ്ങളുടെ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി ശ്രീമദ് ഭാഗവതത്തിലെ ചില ഭാഗങ്ങൾ ഒന്ന് അനുസ്മരിക്കാൻ ഉള്ള ഒരു മഹാഭാഗ്യം അടിയന് കിട്ടി. ആ ഗുരുനാഥന്മാരുടെ വാത്സല്യത്തിന് മുമ്പിൽ, ഭഗവാന്റെ അനുഗ്രഹത്തിന് മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ്. സർവേശ്വരനായ ഭഗവാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് ഭാഗവതം ശ്രീ ശുകബ്രഹ്മർഷിയുടെ സ്വാനുഭവത്തെയാണ് പ്രകാശിപ്പിക്കുന്നത്. സൂതൻ ഭാഗവത ആരംഭത്തിൽ വ്യാസപുത്രനായ ശ്രീ ശുകബ്രഹ്മർഷിയെ നമസ്കരിച്ചുകൊണ്ട് യസ്വാനുഭാവം അഖിലശ്രുതിസാരം ഏകം അധ്യാത്മദീപം അതിതിതീർഷതാം തമോന്ധം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനും ഉപയാമി ഗുരും മുനീനാം. തൻ്റെ ഗുരുനാഥനായ ശ്രീ ശുകബ്രഹ്മർഷിയെ വന്ദിക്കുമ്പോൾ സൂതൻ പറയണു, ആ ശ്രീ ശുകബ്രഹ്മർഷി വ്യാസപുത്രൻ ശ്രീമദ് ഭാഗവതത്തിലൂടെ നമുക്കൊക്കെ പകർന്നു തന്നത് യസ്വാനുഭാവം, തൻ്റെ അനുഭവം, താൻ സാക്ഷാത്കരിച്ചിട്ടുള്ള
ആത്മതത്വം. അതാണ് ശ്രീശുക ബ്രഹ്മർഷി നമുക്കൊക്കെ വേണ്ടി പകർന്നു തന്നത്. ആ സ്വാനുഭവം, സ്വന്തം അനുഭവം എല്ലാം ലോകം അംഗീകരിക്കണമെന്നില്ല. പക്ഷേ ആ സ്വാനുഭവം വേദപ്രാമാണ്യത്തോടുകൂടിയതാണ്. യസ്വാനുഭാവം അഖിലശ്രുതിസാരം. അഖില വേദങ്ങളുടെയും സാരമായിട്ട് ഏതൊരു പരമാർത്ഥ തത്വത്തെ പ്രതിപാദിക്കുന്നുണ്ടോ ആ പരമാർത്ഥ തത്വത്തെ ആണ് ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു തരുന്നത്. അത് ഏതാണ്? ഏകം, ഒന്ന് മാത്രം, ഏകമായ പരമാത്മവസ്തു. ആ സർവേശ്വരനെ കുറിച്ച്, ആത്മാവിനെ കുറിച്ച് അതാണ് ശ്രീശുക ബ്രഹ്മർഷി പ്രതിപാദിക്കുന്നത്. അത് നമുക്കൊക്കെ അധ്യാത്മദീപം. ആത്മാവിനെ അറിയാതെ അനാത്മാവായിട്ടുള്ള ഈ പ്രപഞ്ചത്തിലെ ലൗകിക സുഖഭോഗങ്ങളിൽ മുഴുകിക്കൊണ്ട് കഴിയുന്ന നമുക്കൊക്കെ വഴി കാണിച്ചു തരുന്ന ഒരു അധ്യാത്മദീപം ഈ ശ്രീമദ് ഭാഗവതം. ആ ഭാഗവതം നമ്മുടെ ഉള്ളിലൊക്കെ ഉള്ള സകലവിധ അജ്ഞാന അന്ധകാരങ്ങളെയും ഇല്ലാതാക്കുന്നതാണ്. അതിതിതീർഷതാം തമോന്ധം. ഈ സംസാരസാഗരത്തിനെ കടക്കണം എന്ന തിതീർഷ ഉള്ളവർക്കൊക്കെ അവരുടെ അജ്ഞാന അന്ധകാരങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്ന അധ്യാത്മദീപം ഈ ശ്രീമദ് ഭാഗവതം നമുക്ക് പറഞ്ഞു തന്നു ആ ശ്രീശുക ബ്രഹ്മർഷി. ശ്രീമദ് ഭാഗവതത്തിലൂടെ അതിലെ ഓരോ സ്കന്ധങ്ങളിലൂടെയും ഓരോ പ്രകരണങ്ങളിലൂടെയും ഓരോ അധ്യായങ്ങളിലൂടെയും ഓരോ ശ്ലോകങ്ങളിലൂടെയും ഓരോ പദങ്ങളിലൂടെയും പദങ്ങളിലൂടെയും അക്ഷരങ്ങളിലൂടെയും ഒക്കെ ശ്രീശുക ബ്രഹ്മർഷി ഈ തത്വത്തെയാണ് നമുക്കൊക്കെ പകർന്നു തരുന്നത്. സ്കന്ധേ അധ്യായേ പ്രകരണേ ശ്ലോകേ പാദേ പദേ അക്ഷരേ സപ്തഥാ വിഭജൻ രാജൻ ശ്രീമദ് ഭാഗവതം പഠയേത്. ശ്രീമദ് ഭാഗവതം എങ്ങനെ പഠിക്കണം എന്നുള്ളതിന് ഒരു നിയമമുണ്ട്. സ്കന്ധേ അധ്യായേ പ്രകരണേ ശ്ലോകേ പാദേ പദേ അക്ഷരേ. ഓരോ സ്കന്ധങ്ങളിലും ഓരോ പ്രകരണങ്ങളിലും ഓരോ അധ്യായങ്ങളിലും ഓരോ ശ്ലോകങ്ങളിലും ഓരോ പാദങ്ങളിലും ഓരോ പദങ്ങളിലും ഓരോ അക്ഷരങ്ങളിലും അതിനെ എന്താണ് ശ്രീശുക ബ്രഹ്മർഷി ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ള പരസ്പര ബന്ധത്തെ മനസ്സിലാക്കിയിട്ട് വേണം ശ്രീമദ് ഭാഗവതം പഠിക്കാനെന്ന്. അപ്പൊ അത്രയും വിദ്യാവതാം ഭാഗവതേ പരീക്ഷ. ജ്ഞാനികളായിട്ടുള്ള ആളുകൾക്ക്, എല്ലാം അറിഞ്ഞ ആളുകൾക്ക് അവൾക്കുള്ള പരീക്ഷയാണത്രേ ഭാഗവതം. അത്രയും പരമാത്മതത്വത്തെ പ്രതിപാദിക്കുന്ന പാരമഹംസ്യ സംഹിതയായിട്ടുള്ള ഈ ശ്രീമദ് ഭാഗവതം ഓരോ അധ്യായത്തിന്റെയും അവസാനം കാണാം, ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം. പരമഹംസന്മാർക്കുള്ള ആ സംഹിതയായിട്ടാണ് ഇതാ ശ്രീമദ് ഭാഗവതത്തെ പറയണത്. അപ്പൊ അതിലെ ഓരോ അധ്യായങ്ങളിലും ഭഗവാനെ കുറിച്ച് ആത്മതത്വത്തെ നമ്മുടെ മനസ്സിൽ വീണ്ടും 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 പറഞ്ഞത് തന്നെ പറയാണോ തോന്നും. പുനരാവൃത്തിയുണ്ടോ സംശയം തോന്നുന്നത്? പുനരാവൃത്തിയല്ല. നമ്മുടെ ഹൃദയത്തിലേക്ക് ആത്മതത്വത്തെ, ഈ അജ്ഞാനം കൊണ്ട് കട്ട പിടിച്ചു പോയ നമ്മുടെ ഹൃദയത്തിലേക്ക് ആത്മതത്വത്തെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ സാധാരണ ഒരു ആണിയെടുത്ത് ചുറ്റിക കൊണ്ട് അടിക്കാറുണ്ട്. വീണ്ടും 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 അടിക്കുമ്പോഴാണ് ആ ആണി ഇതാ ഉള്ളിലേക്ക് കുറേശ്ശെയായി കയറിപ്പോകുക. ഇതേപോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് ആത്മതത്വത്തെ ഇതാ കുറേശ്ശെ വീണ്ടും 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 പറഞ്ഞു തന്നുകൊണ്ട് ആ ആധ്യാത്മിക തത്വത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിക്കാനുള്ള ആ ശ്രീമദ് ഭാഗവതത്തിന്റെ പരിശ്രമം അത് ഇതാ സഫലമായിക്കൊണ്ടിരിക്കുന്ന ഈ വേദിയിൽ ഇന്നിതാ നമുക്ക് അനുസ്മരിക്കേണ്ടതായിട്ടുള്ളത് ഭാഗവതത്തിലെ തൃതീയ സ്കന്ധത്തിലെ കാപിലം എന്നുള്ള ഉപദേശം. ഓരോ സ്കന്ധങ്ങളും നമ്മുടെ ഹൃദയത്തിലേക്ക് ആത്മതത്വത്തെ കുത്തിയിറക്കുന്ന ഒരു കുന്തമുന പോലെ. അതിൻ്റെ ഓരോ സ്കന്ധത്തിൻ്റെയും അവസാനം എന്താണ് ആ സ്കന്ധത്തിൻ്റെ പ്രധാന ഉദ്ദേശം, അത് നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആദ്യമൊക്കെ കഥകളിലൂടെ ആരംഭിച്ച്
ആ കഥകളിലൂടെ തത്വങ്ങൾ കുറേശ്ശെയായി നമ്മുടെ ഹൃദയത്തിലേക്ക് നൽകി അവസാനം ആ തത്വത്തെ പൂർണ്ണമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ത്തി ഇറക്കിത്തരുന്ന ഭാഗവതകാരന്റെ ആ ഒരു സംവിധാനം ഭാഗവതത്തിലെ എല്ലാ സ്കന്ധങ്ങളിലും കാണാം. തൃതീയ സ്കന്ധത്തിലും സർഗം എന്നുള്ള ഭഗവാന്റെ സൃഷ്ടി പ്രക്രിയയെക്കുറിച്ച് വർണ്ണിക്കുന്നതിന് ഇടയിലാണ് ആ സർഗാദി ലീലകളെ കൊണ്ടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ആത്മതത്വം, ആ ആത്മതത്വത്തെ പ്രതിപാദിക്കാൻ വേണ്ടി ഭഗവാൻ കപിലമൂർത്തിയായിട്ട് കർദമ പ്രജാപതിയുടെയും ദേവഹൂതി ദേവിയുടെയും മകനായിട്ട് അവതരിച്ച് അമ്മയ്ക്ക് ഉപദേശിക്കുക എന്നുള്ള നിലയ്ക്ക് നമുക്കൊക്കെ വളരെ വലുതായ ആത്മതത്വത്തെ പറഞ്ഞു തന്ന ആ കാപിലം എന്നുള്ള പ്രസിദ്ധമായിട്ടുള്ള ആ ഉപദേശഭാഗം ശ്രീമദ് ഭാഗവതത്തില് ആദിയിലും മധ്യത്തിലും അന്തത്തിലും ഒക്കെ ഭഗവാന്റെ ഉപദേശങ്ങളുണ്ട്. സാധാരണ ശ്രീമദ് ഭാഗവതം തുടങ്ങുന്നത് തന്നെ തൃതീയ സ്കന്ധം സർഗം എന്നുള്ള ലക്ഷണത്തെ വിശദീകരിക്കുന്നതിലൂടെയാണ്. മധ്യഭാഗത്ത് പഞ്ചമസ്കന്ധത്തിൽ ഋഷഭ യോഗീശ്വരന്റെ ഉപദേശം, അവസാനമാകുമ്പോൾ ഏകാദശ സ്കന്ധത്തിൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ നേരിട്ട് നടത്തുന്ന ഉപദേശം. ഇങ്ങനെ ഭഗവത് ഉപദേശങ്ങള് ആദിയിലും മധ്യത്തിലും അന്തത്തിലും വെച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിനെ പരിശുദ്ധമാക്കിയ ആത്മതത്വബോധത്തെ നമ്മളിലൊക്കെ ഉണർത്തുന്ന ശ്രീമദ് ഭാഗവതം. അതിൽ തൃതീയ സ്കന്ധം കർദമ പ്രജാപതി, കർദമൻ എന്നുള്ള വാക്ക് തന്നെ കംദമയതീതി കർദമഹ, ഇന്ദ്രിയങ്ങളെ ജയിച്ച ആള്, ഇന്ദ്രിയങ്ങളെ അടക്കി നിർത്താനുള്ള ശക്തിയുള്ള അദ്ദേഹം. ദേവാനാഹ്വയത്തെ ഇതി ദേവഹൂതി, ദേവന്മാരെ വിളിക്കുന്ന ഭക്തിയുടെ പ്രതിസ്വരൂപമായിട്ടുള്ള ദേവഹൂതി. ആ ഇന്ദ്രിയ നിഗ്രഹവും ഭഗവത് പ്രേമവും കൂടി കൂടിച്ചേരുമ്പോൾ അതിൽ നിന്ന് ജ്ഞാനസ്വരൂപനായിട്ടുള്ള ഭഗവാന്റെ അവതാരം. തൃതീയ സ്കന്ധത്തിലെ പ്രധാനമായി 2 അവതാരങ്ങളാണ്. ഒന്ന് വരാഹാവതാരം, കർമാവതാരമായിട്ടുള്ള യാഗസ്വരൂപനായി യജ്ഞസ്വരൂപനായി ഭഗവാനെ വർണ്ണിക്കുന്ന ഭഗവാന്റെ കർമാവതാരം എന്ന് പറയുന്ന വരാഹമൂർത്തിയുടെ അവതാരം. ഇതാ തൃതീയ സ്കന്ധത്തിൽ അവസാനം ജ്ഞാനസ്വരൂപനായി ഭഗവാൻ ഇതാ കപിലമൂർത്തിയായിട്ട് അവതരിക്കുന്ന അവതാരം. അതില് ഭഗവാൻ അവതരിച്ചു. ഭഗവാന്റെ അനുവാദത്തോടുകൂടി കർദമ പ്രജാപതി വീണ്ടും വനമേവ ജഗാമഹ, കാട്ടിലേക്ക് തന്നെ ഭഗവാനെ സേവിക്കാൻ വേണ്ടി പോയി. അതിനുശേഷമാണ് ആശ്രമത്തില്, തൻ്റെ ആശ്രമത്തില്, ആ കർദമാശ്രമത്തില് അമ്മയായ ദേവഹൂതിയും അതേപോലെ പുത്രനായിട്ടുള്ള കപിലവാസുദേവമൂർത്തിയും ആ പുത്രന്റെ അടുക്കല് ആത്മതത്വത്തെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അനേകം ഋഷീശ്വരന്മാര് കപിലസ്തത്വസംഖ്യാത, സാഖ്യയോഗത്തിന്റെ തത്വങ്ങളുടെ സംഖ്യയെക്കുറിച്ചും ആ സാഖ്യയോഗത്തെക്കുറിച്ച് വർണ്ണിക്കാൻ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി അവതരിച്ച ഭഗവാൻ, ആ ഭഗവാന്റെ അടുക്കൽ അനേകം ഋഷീശ്വരന്മാർ വന്ന് സാഖ്യയോഗത്തിന്റെ തത്വങ്ങളെ മനസ്സിലാക്കി പോകുന്നത് ദേവഹൂതി ദേവി അറിയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരിക്കൽ മറ്റു യാതൊരു പ്രവർത്തികളിലും ഉൾപ്പെടാതെ, കർമ്മങ്ങളിലൊന്നും ഉൾപ്പെടാതെ ജ്ഞാനസ്വരൂപനായി ഏകാന്തത്ത് ഇരിക്കുന്ന തൻ്റെ പുത്രനായ ആ കപിലവാസുദേവമൂർത്തിയെ ദേവഹൂതി പ്രാപിച്ച് തൻ്റെ ചോദ്യങ്ങൾ ചോദിക്കാൻ ആരംഭിക്കുകയാണ്. ദേവഹൂതി പറഞ്ഞു, ഭഗവാനെ, എൻ്റെ ചില ഭൃത്യന്മാരുണ്ട്, യഥാർത്ഥത്തിൽ എന്നെ സഹായിക്കേണ്ടവരാണ് അവരൊക്കെ. പക്ഷെ ആ ഭൃത്യന്മാര് അവർക്ക് ഞാനിതാ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതേവരെ പണിപ്പെടുകയാ ജീവിതത്തിൽ ഉണ്ടായത്. പക്ഷെ ആ ഭൃത്യന്മാരൊരാളും ഇന്നേ വരെ എന്നോട് കിട്ടിയത് മതി എന്ന് പറഞ്ഞിട്ടില്ല. നിരന്തരം ഇനിയും വേണം, ഇനിയും വേണം, ഇനിയും വേണം, ഇനിയും വേണം എന്ന് എന്നെ നിരന്തരം ഇതാ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഭൃത്യന്മാര് 5 പേര്. ആരൊക്കെയാ? എൻ്റെ ഇന്ദ്രിയങ്ങള്. നിർവിണ്ണാനിതരാം ഭൂമൻ അസദിന്ദ്രിയ ദർശനാത്, അസത്തുക്കളായിട്ടുള്ള ഇന്ദ്രിയങ്ങളുടെ നിരന്തരമായിട്ടുള്ള ആ ദ്രോഹം നിമിത്തം ഞാനിതാ ഇന്ന് അന്ധകാരത്തിൽ പെട്ടുകഴിഞ്ഞിരിക്കുന്നു. ദേവഹൂതി പറയാണ്, അസത്തുക്കളായിട്ടുള്ള ഇന്ദ്രിയങ്ങള് എന്നെ സഹായിക്കേണ്ടവരാണ് അവരൊക്കെ, പക്ഷെ എന്നെ സഹായിക്കുകയല്ല, ഇപ്പോ എന്നെ ഭരിക്കാൻ വന്നിരിക്കുകയാണ് ഈ അസത്തുക്കൾ ഇന്ദ്രിയങ്ങൾ 5 പേര്. എത്രയാണ് അവർക്ക് കൊടുത്തതെന്നറിയില്ല. ഈ ദേവഹൂതി ദേവിയെ പോലെ ഇത്രയും അധികം ലൗകിക സുഖം അനുഭവിച്ച ഒരു സ്ത്രീരത്നം ലോകത്തിലില്ല. 100 വർഷക്കാലമാണ് തൻ്റെ ഭർത്താവായ കർദമ പ്രജാപതിയോടൊന്നിച്ച്
ഇതാ ദേവന്മാരെ പോലും അതിശയിപ്പിക്കുന്നതായിട്ടുള്ള ലൗകിക സുഖങ്ങൾ അനുഭവിച്ചത് ദേവഹൂതി. ആ ദേവഹൂതി പറയുന്നു, ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇന്നേവരെ ശ്രമിച്ചു നോക്കി, പക്ഷെ ഒരൊറ്റ ഇന്ദ്രിയം പോലും ഇതേവരെ മതി എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. ഒരു ഇന്ദ്രിയവും പറഞ്ഞിട്ടില്ല. ദേവഹൂതിക്ക് അങ്ങനെ ഒരു ബോധമുണ്ടായി, ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല, ഞാൻ വളരെയധികം പരിശ്രമിച്ചു നോക്കിയെന്ന്. പക്ഷേ നമ്മളും ദേവഹൂതിമാരാണ്, നമ്മൾ ഓരോരുത്തരും ദേവഹൂതിമാരാണ്. നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതേവരെ ഇന്ദ്രിയങ്ങളെ ഞാൻ ഇതേവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു, അവ ഒരു ഇന്ദ്രിയം പോലും എന്നോട് തൃപ്തിയായി എന്ന് ഇതേവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു ബോധം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് ആ ബോധം തന്നെ ഇല്ല. ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോഴും പണിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ജ്ഞാനേന്ദ്രിയങ്ങൾ 5 പേര്. കണ്ണ് പറയുന്നു, കാഴ്ചകൾ കണ്ടിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല, മതിയായിട്ടില്ല എന്ന്. കാഴ്ചകളുടെ പിന്നാലെ കണ്ണ് പോയിക്കൊണ്ടിരിക്കുന്നു. എത്ര കണ്ടാലും, കാഴ്ചകൾ കണ്ടാലും നമുക്ക് മനസ്സിലാവില്ല, മതിയാവില്ല. 24 മണിക്കൂറും ടെലിവിഷന്റെ മുമ്പിലിരുന്നാലും നമുക്ക് മതിയാവില്ല. കാഴ്ചയുടെ പിന്നാലെ കണ്ണെന്ന് പറയുന്ന ഇന്ദ്രിയം അടിമപ്പെട്ടു പോയിരിക്കുന്നു കാഴ്ചയ്ക്ക്. അതേപോലെ ശ്രോത്രേന്ദ്രിയം, ചെവിയില് കേട്ടിട്ട് മതിയായിട്ടില്ല. പണ്ടൊക്കെ ആളുകൾ എപ്പോഴെങ്കിലുമൊക്കെ ആ പാട്ട് കേൾക്കാറ്, ഇപ്പൊ അങ്ങനെയല്ല. എപ്പോഴും ചെവിയിൽ എന്തെങ്കിലും ഇങ്ങനെ കുത്തി തിരുകിക്കൊണ്ട് കാറ് ഡ്രൈവ് ചെയ്യുമ്പോഴാവും, നടക്കുമ്പോഴായാലും എപ്പോഴും ഇതും ചെവിയിൽ കുത്തിക്കൊണ്ടാണ് ആളുകൾ നടക്കുക. ശ്രോത്രേന്ദ്രിയത്തിന് നമ്മൾ അടിമപ്പെട്ടു പോയിരിക്കണു. രസനേന്ദ്രിയം, നാവിന് നമ്മൾ അടിമപ്പെട്ടു പോയിരിക്കണു. ഡോക്ടർ പറയും ഇനി പഞ്ചസാര കഴിക്കരുത് എന്ന്, ശരീരത്തിന് കേടാണ് എന്ന് പറയും. നമ്മളെന്താ അന്വേഷിക്കുക? ഷുഗർ ഫ്രീ എവിടെയെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിക്കുന്നു. കാരണം നമ്മൾ ആ രസനേന്ദ്രിയത്തിന് അടിമപ്പെട്ടു പോയിരിക്കുന്നു. നമുക്ക് നമ്മൾ ഇന്ന് കഴിക്കുന്ന അത്രയൊന്നും ആഹാരം നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ല. അതുകൊണ്ടാണ് ഡോക്ടർമാര് പറയണ ആഹാരം കുറയ്ക്കണം എന്ന് പറയുന്നു. പക്ഷേ നമ്മൾ അതിന് തയ്യാറല്ല. കാരണം നമ്മൾ രസനേന്ദ്രിയത്തിന് അടിമപ്പെട്ടു പോയിരിക്കുന്നു. ഈ രസനേന്ദ്രിയത്തിന് ഏകാദശത്തിൽ പറയുന്നുണ്ട്, ജിതം സർവേ ജിതേ രസേന. നാവിനെ ജയിച്ചാൽ നിങ്ങൾ ബാക്കി ഇന്ദ്രിയങ്ങളെ ഒക്കെ ജയിച്ചു എന്നാണ്. ജിതം സർവേ ജിതേ രസേന. കാരണം നാവിനെ ജയിക്കാനാണ് അത്ര ഏറ്റവും പണി. കാരണം നാവ് ജ്ഞാനേന്ദ്രിയമാണ്, കർമ്മേന്ദ്രിയമാണ്. നിരന്തരം വായ തോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എപ്പോഴും സംസാരിക്കാതെ മൗനമായിട്ടിരിക്കുക എന്നുള്ള സ്വഭാവം നാവിനില്ല. അപ്പോ ഇങ്ങനെയുള്ള ജ്ഞാനയജ്ഞങ്ങളിൽ വരുമ്പോഴാണ് കുറച്ചെങ്കിലും നമ്മുടെ നാവൊന്നും മിണ്ടാതിരിക്കുന്നത്. പക്ഷേ ഈ ഹാളിൽ നിന്നങ്ങോട്ട് ഇറങ്ങിയാൽ നമ്മുടെ നാവ് പിന്നെ ഇവിടെ മിണ്ടാതിരുന്നതിനും കൂടി ഇരട്ടി പറയാൻ തുടങ്ങും. അതാണ് നമ്മുടെ സ്വഭാവം, നാവിന്റെ സ്വഭാവം. കർമ്മേന്ദ്രിയ ഒപ്പം സ്വാദിനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ആ നാവ് നമ്മളെ ഇന്ന് കീഴ്പ്പെടുത്തിയിരിക്കുന്നു. സ്പർശസുഖത്തെ അനുഭവിച്ച ത്വകേന്ദ്രിയം അതിന് മതിയായി എന്ന് പറഞ്ഞിട്ടില്ല. ഇതേപോലെ സുഗന്ധങ്ങൾ ആസ്വദിച്ചിട്ട് ഘ്രാണേന്ദ്രിയം മതിയായി എന്ന് പറഞ്ഞിട്ടില്ല. എത്ര കിട്ടിയാലും പോരാ 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 പോരാ. ഇതാണ് ഘ്രാണേന്ദ്രിയത്തിന്റെ സ്വഭാവം. ഇങ്ങനെ ഇന്ദ്രിയങ്ങളൊക്കെ ലൗകികമായി പ്രഹ്ലാദനൊക്കെ പറയുന്നത് പോലെ 5 ഭാര്യമാരുള്ള ഒരു പുരുഷന്റെ അവസ്ഥയാണത്രേ നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ അവസ്ഥ. ഓരോ ഇന്ദ്രിയങ്ങളും ഓരോ ഭാഗത്തേക്ക് ഇങ്ങനെ പിടിച്ചു വലിക്കാണ്. ഒരു ഭാര്യ ഉണ്ടായി തന്നെ അയാൾ തന്നെ ആളുകൾക്ക് കഷ്ടപ്പാടാണ്. ഇപ്പൊ 5 ഭാര്യയായി ഇത്രേ. ഈ ഇന്ദ്രിയങ്ങളെ മുഴുവൻ സപഗ്നികളെ പോലെ 5 ഭാഗത്തേക്കും, ജിഹ്വ ഒരു ഭാഗത്തേക്ക്, നാവ് ഒരു ഭാഗത്തേക്ക്, കണ്ണൊരു ഭാഗത്തേക്ക്, കാഴ്ചയുടെ ഭാഗത്തേക്ക് കണ്ണ്, ചെവി ശബ്ദത്തിന്റെ ഭാഗത്തേക്ക്, നാവ് സ്വാദിന്റെ പിന്നാലെ, ഇങ്ങനെ ബഹ്യസപഗ്നൈവ ഗേഹപതിം ലുനന്തി 5 ഭാര്യമാരുള്ളവരെ പോലെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഇന്ദ്രിയങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ടു പോയിരിക്കുന്നു. പക്ഷെ ഈ വാസ്തവം നമ്മൾ അറിയണതേയില്ല. പക്ഷെ ഏതോ ഈശ്വരാനുഗ്രഹം കൊണ്ട് ദേവഹൂതിക്ക് മനസ്സിലായി, ഞാനിപ്പോ ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്നു. ആ ദേവഹൂതി പറയുന്നു, എന്നൊരു വിണ്ണാനി തരാം ഭൂമൻ അസദിന്ദ്രിയ തർഷണാൽ യേന സംഭാവ്യമാനേനാ പ്രപന്നാന്ധം തമ പ്രഭോ. അതുകൊണ്ട് അജ്ഞാനമാകുന്ന ഒരു അന്ധകാരത്തിൽ പെട്ടുപോയി ഞാൻ. അതുകൊണ്ട് ഈ ഇന്ദ്രിയങ്ങളെ ഒന്ന് നിയന്ത്രിച്ച്
ജ്ഞാനത്തിൻ്റെതായ മാർഗത്തിലേക്ക് എത്താനുള്ള വഴി എനിക്ക് പറഞ്ഞു തരണേ. ആ അഹന്താമമതകള്, ഞാനെന്നും എൻ്റേത് എന്നുള്ള ചിന്തയില് ഞാൻ പെട്ടുപോയിരിക്കണു. ഈ അഹന്താമമതകളിൽ നിന്നൊന്ന് രക്ഷ നേടാനുള്ള മാർഗം അവിടുന്ന് ഉപദേശിക്കണേന്നാണ് ദേവഹൂതി ആരംഭിച്ചത്. ഭഗവാൻ പറഞ്ഞു, അമ്മേ, ഈ ഇന്ദ്രിയങ്ങള് അത്ര കുഴപ്പക്കാരൊന്നുമല്ല. അമ്മ വിചാരിക്കണ അത്ര കുഴപ്പക്കാരൊന്നുമല്ല ഇന്ദ്രിയങ്ങള്. പക്ഷേ ഇവരെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഇവരുടെ ഒരു മാനേജറുണ്ട്. അയാളാണ് കുഴപ്പക്കാരൻ. അയാളെ പിടിച്ചാൽ, അയാളെ ഒന്ന് മര്യാദയ്ക്ക് നിർത്തിയാൽ, അയാളെ ഒന്ന് നന്നാക്കിയാൽ ഈ ഇന്ദ്രിയങ്ങളൊക്കെ ഇത്രയും നല്ല കുട്ടികള് ഭൃത്യന്മാര് വേറെയില്ല. പക്ഷെ അയാളുടെ മാനേജറെ പിടിക്കണം. അതാരാ? മനസ്സ്. ചേതഖൽവസ്യ ബന്ധായ. ഈ ചേതസ്, മനസ്സാണ് നമ്മളെയൊക്കെ ഈ അപകടത്തിൽ കൊണ്ട് ചാടിക്കണം. ഇന്ദ്രിയങ്ങൾക്കൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ മനസ്സിന്റെ സാന്നിധ്യം ഉണ്ടാവണം. മനസ്സില്ലെങ്കിൽ ഈ ഇന്ദ്രിയങ്ങളൊന്നും പ്രവർത്തിക്കില്ല. അപ്പൊ നമ്മള് ഭാഗവത തത്വപ്രവചനത്തിന്റെ മുമ്പിലാണ് ഇരിക്കുന്നത് എന്ന് വിചാരിക്കുക. എന്തോ ഈശ്വരൻ ചെവിക്ക് അടപ്പ് തന്നിട്ടില്ല, കണ്ണടച്ച് അടച്ചിരിക്കാം, കേൾക്കണ്ടെന്ന് വിചാരിക്കാം. ഉറക്കം വന്നാൽ കണ്ണ് അടച്ചിരിക്കാം, പക്ഷെ ചെവി അടയ്ക്കാൻ ഈശ്വരൻ വഴിയൊന്നും തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ചെവിയൊക്കെ എപ്പോഴും തുറന്നിരിക്കണം. പക്ഷേ ചെവിയൊക്കെ തുറന്നിരിക്കുകയാണ് എങ്കിലും നമ്മളുടെ മനസ്സ് ഇവിടെ ഇല്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടാവാം. ഇവിടെയൊക്കെ മുമ്പിലെങ്ങനെ ഇരിക്കുന്നുണ്ട്, പക്ഷേ പുറത്ത് വെച്ചിട്ടുണ്ട് ചെരുപ്പ്, അതാരെങ്കിലും എടുത്തു കൊണ്ടുപോവോന്നാണ് മനസ്സിന്റെ ചിന്ത എന്ന് വിചാരിക്കുക. ഇവിടെ പറയണതൊന്നും ആരും കേൾക്കില്ല. അല്ലെങ്കിൽ അമ്പലത്തില് ദീപാരാധന സമയത്ത് നട തുറക്കുമ്പോൾ അവിടെ നിൽക്കുകയാണ്, തൊഴുതുകൊണ്ട് നിൽക്കുന്നുണ്ട്, കണ്ണൊക്കെ തുറന്നു പിടിച്ചിട്ടുണ്ട്. പക്ഷേ മനസ്സിലെ ചിന്ത വീട്ടിൽ നിന്ന് വരുമ്പോ ഗ്യാസ് ഓഫ് ചെയ്തുവോന്ന് സംശയം. ഈ ചിന്തയോട് വന്നാൽ ആ അമ്പലത്തിലെ ദീപാരാധന നമ്മൾ കണ്ടിട്ടും കാണില്ല. കാരണം മനസ്സവിടെ ഇല്ല. അതുകൊണ്ടാണ് ഉപനിഷത്തിൽ പറയും, മനസാ പശ്യതി മനസാ ശൃണോതി. മനസ്സുകൊണ്ടാണ് കാണുന്നത്, മനസ്സുകൊണ്ടാണ് കേൾക്കുന്നത്. അപ്പോ ഇന്ദ്രിയങ്ങളുടെ ഒക്കെ പ്രവർത്തിക്ക് അതിന് പിന്നില് മനസ്സുണ്ടാവണം. മനസ്സില്ലെങ്കിൽ നമ്മൾ ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തി ഒന്നും അറിയില്ല. അപ്പോ മനസ്സിനെയാണ് നിയന്ത്രിക്കേണ്ടത്. ഭഗവാൻ പറഞ്ഞു, ചേതഖൽവസ്യ ബന്ധായ മുക്തയേ ചാത്മനോമതം ഗുണേഷു സക്തം ബന്ധായ ഗുണേഷു സക്തം ബന്ധായ രതം വാ പുംസി മുക്തയേ. ആ മനസ്സ് ഗുണങ്ങളില്, ത്രിഗുണങ്ങളില്, ലൗകികമായ പ്രകൃതിയുടെ ഭാഗമായ സത്വരജസ്തമോ ഗുണങ്ങളില്, ആ ഗുണങ്ങളിലാണ് മനസ്സ് വ്യാപൃതമായിട്ടിരിക്കുന്നത് എങ്കിൽ ബദ്ധായ, അത് ജീവന്റെ ബദ്ധതയ്ക്ക് കാരണമാവണം. ജീവൻ അതോടുകൂടി ഈ ലൗകിക വിഷയങ്ങളിലുള്ള ആസക്തി മൂലം ബദ്ധനായിട്ട് തീരണു. ആ മനസ്സ് തന്നെ രതം വാ പുംസി, ആത്മസ്വരൂപനായിട്ട് ഓരോ ശരീരത്തിലും അന്തര്യാമിയായിട്ട് പ്രത്യേകാത്മാവായിട്ട് ശോഭിക്കുന്ന, ചൈതന്യമായി ശോഭിക്കുന്ന ആ ആത്മാവില് പരമാത്മാവിലാണ് ആ മനസ്സ് വെക്കുന്നത് എങ്കിൽ മുക്തയേ, മുക്തിക്ക് കാരണമാവും. ഈ മനസ്സാണ് അപകടകരമായിട്ട് എല്ലാ പ്രവൃത്തിയും ചെയ്യുന്നത്. അർജുനൻ പറയുന്നല്ലോ, ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാധിബലവദൃഢം. എന്റെ മനസ്സ് ചഞ്ചലാണ്. ആ മനസ്സിനെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് എന്താ ഉപായം, അത് എനിക്ക് ഉപദേശിക്കൂ എന്നാണ് ഭഗവാനോട് ഗീതയിൽ ചോദിക്കുന്നത്. മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കണം. മനസ്സിനെ ആണെങ്കിലോ നിയന്ത്രിക്കാൻ ഏറ്റവും വിഷമായിട്ടുള്ള കാര്യം ഭഗവാൻ തന്നെ പറയുന്നു, ദുർജയാനാം അഹം മനഃ. ജയിക്കാൻ വയ്യാത്ത കാര്യങ്ങളിൽ ഏറ്റവും വലുത് ഞാൻ മനസ്സാണ്. ആ വിഭൂതിയെ കുറിച്ച് പറയുമ്പോൾ ദുർജയാനാം അഹം മനഃ, മനസ്സിനെ ജയിക്കാനാണ് പണി. ഇന്ന് ഈ മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താ, മനസ്സെന്ന് പറഞ്ഞാൽ എന്താന്ന് ഇതേവരെ ആർക്കും പിടികിട്ടിയിട്ടുമില്ല. അങ്ങനെ മനസ്സിനെ കുറിച്ച് ആ ചിന്തിക്കുമ്പോൾ കുറെ ചിത്തവൃത്തികളുടെ ഒരു സംഘാതം എന്നല്ലാതെ എന്താണ് മനസ്സ് എന്നുള്ളതിനെ കുറിച്ച് പൂർണ്ണമായിട്ട് ഇതാണ് മനസ്സ് ഇതേവരെ പിടികൊടുത്തിട്ടില്ല. ഒരാൾക്കും പിടികൊടുത്തിട്ടില്ല. പിടികൊടുക്കാതെ മനസ്സിങ്ങനെ കഴിയണു. എന്നാലോ ആ മനസ്സോ യാതൊരു വിധത്തിലും ഒരു ഒതുക്കമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചു കൊണ്ടിരിക്കുക. കാറ്റത്തിട്ട പഞ്ഞി പോലെ
ആടിക്കൊണ്ടിരിക്കുകയാണ്. ശങ്കരാചാര്യസ്വാമികള് ശിവാനന്ദ ലഹരിയിൽ പറയും, മനസ്സിനെ കുറിച്ച് അദ്ദേഹം ഭഗവാനോട് മഹാദേവനോട് പ്രാർത്ഥിക്കാണ്. എന്റെ മനസ്സ് എങ്ങനെയുള്ളതാ ഭഗവാനെ? തനി കൊരങ്ങനെ പോലെയുള്ളതാണ് എന്ന് പറഞ്ഞു. കൊരങ്ങനെ പോലെ ചഞ്ചലമാണ് സാധാരണ ഒരു കൊരങ്ങൻ. ആ കൊരങ്ങനെ കുറച്ച് മദ്യം കഴിച്ചു അത്രേ കൊരങ്ങൻ. എന്ന് മാത്രമല്ല, അതിൻ്റെ ഇടയ്ക്കാണ് ഒരു ഭൂതം ആ കൊരങ്ങനിൽ ആവേശിക്കുകയും ചെയ്തു. കൂടാതെ ഒരു തേളും കുത്തി ആ തെരങ്ങനെയും കരിക്കുക. പിന്നെ ആ കുരങ്ങന്റെ ഒരു അവസ്ഥയുണ്ട്, ഒരു സ്ഥലത്ത് നിൽക്കാതെ അത് ഭ്രാന്ത് പിടിച്ച് ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുരങ്ങൻ. ഇതേപോലെ എൻ്റെ മനസ്സ്. അതുകൊണ്ട് ഭഗവാനെ, എന്റെ മനസ്സിന്റെ സ്വഭാവം സദാ മോഹാടവ്യാം ചരതി യുവതീനാം കുചകിരൗ നടത്യാശാഖാസു അടതി ജഡിതി സ്വൈരമഭിതാ കപാലിൻ ഭിക്ഷോ മേ ഹൃദയ കപിം അത്യന്ത ചപലം ദൃഢം ഭക്ത്യാ ബദ്ധ്വാ ശിവ ഭവധീനം കുരു വിഭോ. എന്റെ മനസ്സ് ഇങ്ങനെ പല ഭാഗത്തേക്കും മോഹാടവിയിൽ കിടന്ന് ആ കാട്ടിൽ കിടന്ന് ഓടിക്കണു. അതേപോലെ സ്ത്രീകളുടെ ശരീരത്തിൽ വ്യാപരിക്കണു. അതേപോലെ പല പല ആഗ്രഹങ്ങളാകുന്ന കൊമ്പിന്റെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കണു. ഇങ്ങനെ ചപലനായിട്ടുള്ള ഒരു വാനരനെ പോലെ കളിക്കുന്ന എന്റെ മനസ്സിനെ ഭഗവാനെ, ആ അവിടുന്ന് ഭിക്ഷാന്തേഹിയായിട്ട് നടക്കുന്ന ആളാണല്ലോ. കപാലിയായി ഭിക്ഷാന്തേഹിയായിട്ട് നടക്കുന്ന അവിടുന്ന് ഈ ഒരു കൊരങ്ങനും കൂടി അവിടുത്തെ കയ്യിലുണ്ടെങ്കിൽ ഭിക്ഷ കിട്ടാൻ നല്ല സൗകര്യ. അതുകൊണ്ട് കപാലിൻ ഭിക്ഷോ മേ മമ ഹൃദയ കപിം അത്യന്ത ചപലം, അത്യന്ത ചപലനായിട്ട് മഹാവികൃതിയായിട്ട് ഓരോ ദുഃഖവും ഇല്ലാതെ നടക്കുന്ന എൻ്റെ ആ ഹൃദയമാകുന്ന കൊരങ്ങനെ ഒന്ന് കയറിട്ടൊന്ന് കൊടുക്കണം. ഏതാ കയറ്? ദൃഢം ഭക്തിയാ ബുദ്ധ്വാ, ഭക്തിയാകുന്ന ഒരു കയറ് കൊണ്ട് കെട്ടിയിട്ട് കുരു ശിവ ഭവദധീനം, ഭഗവാനെ അവിടുത്തെ അധീനമായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ വലിയ അപകടമൊന്നുമില്ലാതെ നടന്നോളും, അവിടുത്തേക്കും ഭിക്ഷ കിട്ടാൻ നല്ല സൗകര്യമാണ്. അപ്പോ എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിനെ ഒരു ഗുരുനാഥനെ ഏൽപ്പിക്കണം. ഭക്തിയാകുന്ന ഒരു കയറിട്ട് കുടുക്കി ഗുരുനാഥന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ അപ്പൊ ഗുരുനാഥൻ നമ്മുടെ മനസ്സിനെ വേണ്ട വിധം കൊണ്ടു നടത്താനുള്ള ഉപായം നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ ഇങ്ങനെ മനസ്സിനെ നിയന്ത്രിക്കാനാണ് വിഷമം. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ആദ്യം ആ മനസ്സിനെ നിയന്ത്രിക്കൂ. ആ മനസ്സിനെ നിയന്ത്രിച്ചാൽ ചേതഖൽവസ്യ ബന്ധായ മുക്തയേ ചാത്മനോമതം ഗുണേഷു സക്തം ബദ്ധായാം രതം വാപുംസി മുക്തയേ. മുക്തിക്ക് കാരണമാവും. ഭഗവാന് സമർപ്പിക്കുമ്പോൾ അത് മുക്തിക്ക്, ആത്മാവില് ആ മനസ്സിനെ വെക്കുമ്പോൾ മുക്തിക്ക് കാരണമാവും. നമ്മുടെ മനസ്സ് എപ്പോഴും അഹം മമാഭിമാനോച്ഛൈ കാമലോഭാതിഭിർമലൈഃ വീതം യദാ മനഃശുദ്ധം അദുഃഖമസുഖം സമം. കാമക്രോധ ലോഭമോഹ മദ മാത്സര്യങ്ങളാകുന്ന മനോമാലിന്യങ്ങളിൽപ്പെട്ട്, ഇതാ അഹന്താമതകളിൽപ്പെട്ട് മനസ്സ് ഇതാ നാലു ഭാഗത്തേക്കും ഇളകിക്കൊണ്ടിരിക്കുന്ന ആ മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ പ്രകൃതിയുടെ അപ്പുറമായി പ്രകൃതിക്കും ഉപരിയായി നിൽക്കുന്ന ആ പരംപുരുഷനായിട്ടുള്ള ഭഗവാനെ അറിയാൻ സാധിക്കണം. ആ ആത്മസ്വരൂപനായ ഭഗവാനെ അറിയണമെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എന്താ വഴി? കുറച്ചു മുമ്പേ സ്വാമിജി ആ ഏകാദശ സ്കന്ധത്തിലെ ശ്ലോകമെടുത്ത് പറഞ്ഞു, യദൃച്ഛയാമത്കഥാദൗ ജാതശ്രദ്ധസ്തു യഃ പുമാൻ ന നിർവിണ്ണോ നാതിസക്തോ ഭക്തിയോഗോസ്യ സിദ്ധിതഃ. ഭഗവാന്റെ കഥകള് എതിർച്ഛയാ കേട്ട്, ഇതാ ആരാ ഭക്തിക്ക് അധികാരിയായിട്ടുള്ള ആള്? നിർവിണ്ണഃ നാതിസക്തഃ. ഈ ലൗകിക സുഖങ്ങളൊക്കെ വേണ്ട എന്ന് വെച്ച് പോകാനുള്ള ശക്തി ഇല്ല. നമ്മളൊക്കെ അങ്ങനെയുള്ളവരാണ്. ഇതെല്ലാം കുടുംബവും കുട്ടികളും പണവും ഉദ്യോഗവും അവരെയൊക്കെ ഉപേക്ഷിച്ച് ഈ ലൗകിക സുഖങ്ങളെ ഒക്കെ ഉപേക്ഷിച്ച് പോണം. ഞാൻ പറയുന്നത് സ്വാമിജിമാരെ കുറിച്ചല്ല, എന്നെ പോലെയുള്ള സാധാരണക്കാരെ കുറിച്ചാണ്, യോഗീശ്വരന്മാരെ കുറിച്ചല്ല ഞാൻ പറയും. അപ്പോ നിർവിണ്ണഃ, അതിനുള്ള ശക്തിയില്ല നമുക്കൊന്നും. അതിസക്ത, എന്നാ ഇതൊക്കെ തന്നെയാണ് ശാശ്വതം എന്നുള്ള ചിന്തയും ഇല്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്, നമ്മളെ പോലെയുള്ള ആളുകൾ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അവർക്കും വേണ്ട ഈശ്വരന്റെ അടുത്തേക്ക് എത്താൻ, അവർക്കും വേണ്ടേ ഭഗവാനെ അറിയാൻ.
അവർക്കും ഭഗവാന്റെ പാദത്തിൽ എത്തണ്ടേ? അതിനെന്താ വഴി? ദേവഹൂതി പറയണു, ഞാനൊരു സ്ത്രീ, എനിക്കും ദേവഹൂതി കാമസുഖങ്ങളിലെ കൊതിച്ചുകൊണ്ടാണ് ആ കർദമ പ്രജാപതിയുമായിട്ട് 100 വർഷക്കാലം മറ്റാർക്കും സാധിക്കാത്ത ആ ലൗകിക സുഖങ്ങൾ അനുഭവിച്ചത്. അപ്പൊ ലൗകിക സുഖങ്ങളിലൊക്കെ വളരെ ആസക്തിയുള്ളവര്, എന്നാൽ ഇത് തന്നെ ശാശ്വതം എന്നുള്ള ചിന്തയൊന്നുമില്ല. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കണില്ല. അപ്പൊ എന്താ അതിനുള്ള വഴി? ഭഗവാൻ പറഞ്ഞു, അമ്മേ, അതിനൊരു വഴിയുണ്ട്. ജ്ഞാനവൈരാഗ്യയുക്തേന ഭക്തിയുക്തേന ചാത്മന പരിപശ്യച്ചുദാസീനം പ്രകൃതിം ച ഹതഊജസം. ഈ മനസ്സൊന്ന് അടങ്ങാൻ ജ്ഞാനവൈരാഗ്യങ്ങളോടുകൂടിയ ഭക്തിയുടെ മാർഗം അതാണമ്മേ നല്ലത്. ആ ഭക്തി ഉണ്ടാവാൻ എന്താ വേണ്ടത്? എവിടെയാ കിട്ടുക ഭക്തി? അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും ഭക്തി? ഭഗവാൻ പറഞ്ഞു, ഭക്തി ഉണ്ടാവണമെങ്കിൽ ആദ്യം നമ്മുടെ ബന്ധിച്ചിരിക്കുന്ന ഒരു കയറ് ഉണ്ട്, അത് ഏതാന്ന് മനസ്സിലാക്കണം. പ്രസംഗമജരം പാശം ആത്മന കവയോ വിദു സേവ സാധുഷുകൃതോ മോക്ഷദ്വാരമപാവൃതം. നമ്മളെ കെട്ടിയൊരു കയറുണ്ട്, പ്രസംഗം. പ്രസംഗം എന്ന് വെച്ചാല് പ്രഭാഷണം എന്നല്ല അർത്ഥം. പ്രകർഷേണയുള്ള സംഘം, കൂട്ടുകെട്ട്. നമ്മളെ എല്ലാവരെയും ഈ സംസാര ജീവിതത്തില് ബന്ധിച്ചു നിർത്തുന്നത് ഈ കൂട്ടുകെട്ടാണ്. ഒരിക്കലും മുറിക്കാൻ വയ്യാത്ത ഒരു കൂട്ടുകെട്ട്. പ്രസംഗം അജരം, ഒരിക്കലും ജീർണത സംഭവിക്കാത്ത ഒരു കെട്ട്. പ്രസംഗമജരം പാശം ആത്മന കവയോ വിദു. അറിവുള്ളവർ പറയുന്നു, ഈ സംസർഗമാണ് നമ്മളെ മുഴുവൻ നമുക്കൊക്കെയുള്ള വലിയ ബന്ധനം. അതുകൊണ്ട് ആ സംസർഗം ഇല്ലാതാക്കാൻ നമുക്ക് കഴിയില്ല. ആരോടെങ്കിലും മനസ്സിനൊരു സ്വഭാവമുണ്ട്, എവിടെയെങ്കിലും ഒന്ന് ഒട്ടി നിൽക്കാതെ ഒറ്റയ്ക്ക് നിൽക്കില്ല ആ മനസ്സ്. അപ്പൊ നമ്മുടെ മനസ്സിനെ ഒന്ന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ സംസർഗം ആദ്യം നന്നാക്കണം. സയേവ സാധുഷുദ്ധ, സജ്ജനങ്ങളുമായിട്ടാണ് സംസർഗമെങ്കിൽ അവരുടെ മുമ്പിൽ മോക്ഷദ്വാരമപാവൃതം, മുക്തിയിലേക്കുള്ള വഴി തുറന്നു കിട്ടണു. അല്ല, ദുർജനങ്ങളുമായിട്ടാണ് സംസർഗമെങ്കിൽ അവരുടെ മുമ്പിൽ ഇതാ ആ ബദ്ധതയിലേക്കുള്ള ആ വഴി അതാണ് തുറന്നു കിട്ടുന്നത്. ഇപ്പൊ സാധാരണ ഒരു വാതിലുണ്ട്, വാതില് തുറക്കാനും പൂട്ടാനും ഒരു താക്കോല് തന്നെയാണ്. ഒരേ താക്കോലുകൊണ്ടാ പൂട്ടാറ്, അതേ താക്കോല് കൊണ്ട് തന്നെയാണ് വാതില് തുറക്കാറും പതിവ്. ഇതേപോലെ സംസർഗമാകുന്ന ഒരു താക്കോല്, ഈ താക്കോല് അത് സജ്ജനങ്ങളുമായിട്ടാണ് എങ്കിൽ, ഈ സംസർഗം സജ്ജനങ്ങളുമായിട്ടാണ് എങ്കിൽ അവരുടെ മുമ്പിൽ മോക്ഷദ്വാരമപാവൃതം, മോക്ഷത്തിലേക്കുള്ള വഴി തുറന്നു കിട്ടും. അല്ല, ഈ സംസർഗം ദുഷ്ടന്മാരായിട്ടാണ് എങ്കിൽ അവരുടെ മുമ്പിൽ ഈ മോക്ഷത്തിലേക്കുള്ള വഴി പൂട്ടിപ്പോകും. ഇനി നമ്മൾ വേണം തീരുമാനിക്കാൻ, മോക്ഷം വേണോ അതോ ഈ സംസാര ജീവിതത്തിൽ ബദ്ധന്മാരായിട്ട് ഇങ്ങനെ കിടക്കണോ എന്ന് നമ്മളാ തീരുമാനിക്കേണ്ടത്. മോക്ഷമാണ് നമുക്ക് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈശ്വര ആത്മസാക്ഷാത്കാരത്തിലേക്ക്, ആ ആത്മബോധത്തിലേക്ക്, ഈശ്വര പ്രാപ്തിയിലേക്ക്, അതിലേക്ക് എത്തണോ നമുക്ക്? അതിനുള്ള ഒറ്റ വഴിയേ ഉള്ളൂ, നമ്മുടെ സംസർഗം നന്നാക്കണം, സജ്ജനങ്ങളുമായിട്ട് സംസർഗം ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള സാത്വികമായ സദസ്സുകളിൽ വന്ന് യോഗീശ്വരന്മാരായ സന്യാസി ശ്രേഷ്ഠന്മാരായ മഹാത്മാക്കളായ സജ്ജനങ്ങളായ ആത്മജ്ഞാനികളായിട്ടുള്ള ആളുകളുമായിട്ടുള്ള സംസർഗം നമ്മളറിയാതെ നമ്മൾ നന്നാവും. അല്ല, ചീത്ത ആളുകളായിട്ടാ കൂട്ടുകെട്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ ആത്മലാഭത്തിലേക്കുള്ള വഴികൾ അടഞ്ഞു പോവുകയും ചെയ്യണു. അപ്പൊ ഭഗവാൻ ചോദിച്ചു, ഈ ദേവഹൂതി ചോദിച്ചു, ആരാ സജ്ജനങ്ങള്? സജ്ജനങ്ങളെ തിരിച്ചറിയണ്ടേ? സജ്ജനങ്ങളുമായിട്ട് സംസർഗം വേണം. ഭഗവാൻ സജ്ജനങ്ങളുടെ ലക്ഷണങ്ങളാണ് പിന്നീട് പറഞ്ഞത്. ഭാഗവതത്തിൽ 3 സ്ഥലത്ത് സജ്ജനങ്ങളുടെ ലക്ഷണങ്ങളുണ്ട്. ഒന്ന് ഇതാ ഈ കപിലോപദേശത്തിന്റെ സന്ദർഭത്തില്, അതേപോലെ ഋഷഭോപദേശത്തിന്റെ സന്ദർഭങ്ങളിൽ, ഏകാശസ്കന്ധത്തിൽ ഉദ്ധവോപദേശത്തിന്റെ സന്ദർഭങ്ങളിൽ 3 സ്ഥലത്തും സജ്ജനങ്ങളുടെ ലക്ഷണങ്ങൾ. എന്താ സജ്ജനങ്ങളുടെ ലക്ഷണം? ഭസ്മം കുറിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ രുദ്രാക്ഷമാല ഇട്ടുണ്ടായിരിക്കും, കാവ്യമുണ്ട് ഉടുത്തിട്ടുണ്ടായിരിക്കും. ഭഗവാൻ അങ്ങനെയുള്ള പുറമേക്കുള്ള ഒരു ലക്ഷണവും അല്ല പറഞ്ഞത്. പിന്നെ സജ്ജനങ്ങളുടെ ലക്ഷണമായിട്ട് പറഞ്ഞു, തിതിക്ഷവ കാരുണികാഹ സുഹൃദഃ സർവസേഹിനാം അജാതശത്രവശാന്താഹ സാധവഃ സാധുഭൂഷണാഃ
വിഭൂഷണ. സാധ്യത ലക്ഷണമായിട്ട് തിതിക്ഷവ, ക്ഷമാശീലന്മാരായിരിക്കും അവര്. ആ സജ്ജനങ്ങളെ അങ്ങോട്ട് എത്രത്തോളം ദ്രോഹിച്ചാലും തന്നെ ദ്രോഹിക്കുന്ന ആളുകൾക്ക് കൂടി നല്ലത് വരണേന്ന് അവർ പ്രാർത്ഥിക്കുള്ളൂ. സാധാരണ വൃക്ഷങ്ങളെയൊക്കെ ഉദാഹരണമായിട്ട് പറയാറുണ്ട്. ഇപ്പോൾ നല്ലൊരു മാവുണ്ട്, മാവിൻ്റെ മുകളിൽ ധാരാളം മാങ്ങയൊക്കെ ഉണ്ടായാൽ കുട്ടികളൊക്കെ കൂടി ആ മാവിൻ്റെ ചുവട്ടിൽ കയറുമ്പോൾ എന്നിട്ട് മാവിൻ്റെ മുകളിലേക്ക് കല്ലും വടിയും ഒക്കെ എടുത്തെറിയും. പക്ഷെ ഒരിക്കലും മാവ് തിരികെ കല്ലും വടിയും തിരിച്ചെറിയാറില്ല. മറിച്ച് മധുരമായ മാമ്പഴം അവർക്ക് വീട്ടിൽ കൊടുക്കുക പതിവ്. ഇതേപോലെ തന്നെ ദ്രോഹിക്കുന്ന ആളുകൾക്ക് കൂടി നല്ലത് വരണേ, ഇവൻ അറിവില്ലാത്തത് കൊണ്ട് എന്തോ പ്രവർത്തിക്കണു, അവന് നല്ലത് വരണേ, നല്ലത് വരണേ, അവന്റെ ബുദ്ധി നന്നാക്കി കൊടുക്കണേ എന്ന് സജ്ജനങ്ങൾ പ്രാർത്ഥിക്കുന്ന. തിതിക്ഷ എന്ന് വെച്ചാൽ തന്നെ അർത്ഥം സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്താവിലാപരഹിതം സാ തിദീക്ഷേതി കഥ്യതയെന്ന്. സകല ദുഃഖങ്ങളും ആത്മീയവും അല്ലെങ്കിൽ ലൗകികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള സകല ദുഃഖങ്ങളും സഹിച്ചുകൊണ്ട് സഹനം സർവദുഃഖാനം അപ്രതീകാരപൂർവം, ഇതിനെതിരെ എനിക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു പ്രതികാര ചിന്തയില്ല, തിരിച്ചു ചെയ്യണം എന്നുള്ള ആഗ്രഹമില്ല. എന്നാലോ എനിക്കിങ്ങനെ വന്നൂലോ ഈശ്വര എന്നുള്ള ചിന്തയുമില്ല. ആ ചിന്താവിലാപരഹിതം സാ തിദീക്ഷേതി കഥ്യത. അത്രയും ക്ഷമാശീലതയുണ്ടാവണം സജ്ജനങ്ങളാണെങ്കിൽ. ഒരു ഉദാഹരണം പറയാറുണ്ട്. പണ്ട് നർമ്മദാ നദീതീരത്തിന്റെ ആ ഗോദാവരി നദീതീരത്ത് ഒരു മഹാത്മാവുണ്ടായിരുന്നു. മഹാക്ഷമാശീലനായിട്ട് ആരോടും ഒരിക്കലും കോപം എന്നുള്ളത് അദ്ദേഹത്തിന് വരില്ല. എന്ത് അദ്ദേഹത്തെ ദ്രോഹിച്ചാലും അദ്ദേഹം മനസ്സുകൊണ്ടുപോലും തന്നെ ദ്രോഹിക്കുന്നവർക്കെതിരെ ഒന്നും പ്രവർത്തിക്കില്ല. അങ്ങനെ ഒരാള്. അദ്ദേഹം ഒരിക്കൽ ഒരു ഏകാദശി ദിവസമാണെന്നാ പറയാറ്. ആ ഗോദാവരി നദി അദ്ദേഹത്തിന്റെ ഗൃഹത്തിലെ ദിവസവും ആ ശിവപൂജയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോ ഏകാദശി ദിവസം ആ ശിവപൂജ ചെയ്യാൻ വേണ്ടി അദ്ദേഹം ആ ഗോദാവരിയിൽ സ്നാനം ചെയ്ത് തിരികെ വരിക. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ബന്ധുവായിട്ടുള്ള ഒരാള്, ഇദ്ദേഹത്തിന് ഒരിക്കലും കോപം വരില്ല, ദേഷ്യം വരില്ല, എന്നാൽ അതൊന്ന് പരീക്ഷിക്കണമല്ലോ എന്ന് വിചാരിച്ചു എന്നാണ്. എന്നിട്ട് വഴിയിൽ അദ്ദേഹം കുളിച്ചു വരുന്ന സന്ദർഭത്തിൽ വായിൽ മുറുക്കാനൊക്കെ ഇട്ട് മുറുക്കി, എന്നിട്ടാണ് ഇദ്ദേഹത്തിന്റെ മുഖത്തേക്കൊന്നൊരു തുപ്പി എന്നാണ്. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, നേരെ പോയി ഗോദാവരിയിൽ ആദ്യം സ്നാനം ചെയ്ത് വീണ്ടും ശിവപൂജയ്ക്ക് വേണ്ടി വരും. അപ്പൊ ഇദ്ദേഹം വീണ്ടും അദ്ദേഹത്തിന്റെ മുഖത്ത് തുപ്പി. അദ്ദേഹം വീണ്ടും ഒന്നും പറഞ്ഞില്ല, മനസ്സുകൊണ്ട് പോലും ഒന്നും എതിർത്തില്ല, വീണ്ടും പോയി സ്നാനം ചെയ്തു വന്നു, വീണ്ടും തുപ്പി. ഇങ്ങനെ ഒരു 100 തവണ തുപ്പി എന്നാണ്. ഇദ്ദേഹം ഒന്നും എതിര് പറയുന്നില്ല. അവസാനം ഈ തുപ്പണ ആൾക്ക് തോന്നി താൻ ചെയ്യണത് വലിയ തെറ്റാണ്. അദ്ദേഹത്തിനാണ് മനസ്സിന് പരിവർത്തനം ഉണ്ടായത്. പിന്നീട് അദ്ദേഹം കുളിച്ചു വരുമ്പോൾ കാൽക്കൽ വീണ് ക്ഷമാപണം ചോദിച്ചു കൊണ്ടുവന്നു. മഹാത്മാവേ, അവിടുത്തോട് ഇത്രയൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ടും ഇത്രയൊക്കെ അവിടുത്തെ ദ്രോഹിച്ചിട്ടും അവിടുന്ന് എന്നോട് ക്ഷമിക്കണമല്ലോ എന്ന് പറയാം. അപ്പൊ ഈ മഹാത്മാവ് അദ്ദേഹത്തിനോട് പറഞ്ഞു, സഹോദര, അങ്ങിന്ന് എനിക്ക് വലിയൊരു പുണ്യാണ് നൽകിയത്. ഇന്ന് ഈ ഏകാദശി ദിവസം ഈ ഗോദാവരിയിലെ ഒരു 100 തവണ കുളിക്കാനുള്ള ഭാഗ്യം നൽകിയത് അങ്ങാണ്. അപ്പോ അത്രത്തോളം ക്ഷമ ഉണ്ടാവണം എന്നാണ് നമുക്കൊക്കെ. ആ തിതിക്ഷവ, അങ്ങനെയാണ് തന്നെ ഉപദ്രവിക്കുന്നവർക്ക് കൂടി നന്മ വരണം എന്ന് പ്രാർത്ഥിക്കും. തിതിക്ഷവ കാരുണിക, വളരെയധികം കരുണയുള്ളവരാണ്. ഇതാ ദുഃഖിക്കുന്ന ജനങ്ങളുടെ ആ ദുഃഖത്തെ ഓർത്ത് സജ്ജനങ്ങൾ വിഷമിക്കും. സജ്ജനങ്ങൾ ഒരിക്കലും അവരവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറില്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാ പ്രാർത്ഥിക്കുക സജ്ജനങ്ങള്. പ്രഹ്ലാദനൊക്കെ പ്രാർത്ഥിക്കുന്നില്ലേ, മൂഢേഷു വൈ മഹദനുഗ്രഹ ആർത്തബന്ധോ. ഭഗവാനെ, അറിവില്ലാത്ത ആളുകളുടെ പേരിൽ അവിടുന്ന് സന്തോഷിച്ച് ആ അജ്ഞാനികളായിട്ടുള്ള ആളുകളെ ഈ സംസാരസാഗരത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അവിടുന്ന് കരുണ ചെയ്യണേ എന്ന് അറിവില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രഹ്ലാദൻ ഭഗവാന്റെ അടുക്കൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഭാഗവതത്തിൽ കാണാം. ഇങ്ങനെ സാധാരണ പറയും ഏറ്റവും മാർദ്ദവമേറിയത് വെണ്ണയാണ്. എന്നാ വെണ്ണയ്ക്ക് ചൂട് തട്ടിയാൽ വെണ്ണ ഉരുകാൻ തുടങ്ങും. പക്ഷെ വെണ്ണയേക്കാൾ മാർദ്ദവാണ് അത്രേ സജ്ജനങ്ങളുടെ ഹൃദയത്തിന്. വെണ്ണയ്ക്ക് ചൂട് തട്ടിയാലേ വെണ്ണ ഉരുകുള്ളൂ. പക്ഷെ സജ്ജനങ്ങൾ അങ്ങനെയില്ല. മറ്റുള്ളവരുടെ ഹൃദയത്തിന് ചൂട് തട്ടിയാൽ സജ്ജനങ്ങളുടെ ഹൃദയമാണ് അത്രേ ഉരുകാൻ തുടങ്ങുക. മറ്റുള്ളവർക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും.
തിതിക്ഷവകാരുണികാ സുഹൃദ സർവദേഹിനാം. സകല ജീവജാലങ്ങളുടെയും സുഹൃത്തുക്കളായിരിക്കും. മനുഷ്യരുടെ മാത്രമല്ല, പക്ഷി മൃഗാദികളുടെയും വൃക്ഷലതാദികളുടെയും എല്ലാ ജീവജാലങ്ങളുടെയും സുഹൃത്തുക്കളായിരിക്കും സജ്ജനങ്ങൾ. സുഹൃത്ത് എന്ന് വെച്ചാൽ തന്നെ സമാന ഹൃദയനാണ് എന്നാ. സൗഹൃദം എന്ന് വെച്ചാൽ സമാന ഹൃദയത്വം ഉണ്ടാവണം. അതായത് പറയാതെ തൻ്റെ സുഹൃത്തിന് എന്താണ് ആവശ്യമെന്ന് പറയാതെ അറിയാനും, ആ സുഹൃത്ത് അദ്ദേഹം പോലും അറിയാതെ യാതൊരു തിരികെ പ്രതിഫലേച്ഛയും കൂടാതെ അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ ആവുമ്പോഴാണ് സുഹൃത്ത് എന്നുള്ള പദത്തിന് അർഹതയുണ്ടാവുക. സുഹൃദ സർവദേഹിനാം അജാതശത്രവ. അജാതശത്രുക്കളാവും. അവരാരെയും ശത്രുവായിട്ട് കരുതുകയില്ല. എല്ലാവരും അവർക്ക് വേണ്ടപ്പെട്ടവർ. അവരെ ചിലപ്പോൾ ശത്രുക്കളായിട്ട് കരുതുന്നവരുണ്ടാവാം. പക്ഷെ സജ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരെയും ശത്രുക്കളായിട്ട് കരുതില്ല. അജാതശത്രവ ശാന്താഹ. ശാന്തന്മാരായിട്ട്. ഇതാ ജീവിതത്തിൽ സമ്പത്ത് വന്നാലും ആപത്ത് വന്നാലും സുഖം വന്നാലും ദുഃഖം വന്നാലും, അല്ലെങ്കിൽ രാത്രിയായാലും പകലായാലും ചൂടായാലും തണുപ്പായാലും അവരെന്നും ഒരേ മനോനിലയോടുകൂടിയിട്ട് സമചിത്തതയോടുകൂടിയിട്ട് ലോകത്തിൽ പെരുമാറുന്നവരായിരിക്കും. ശാന്താ സാധവ സാധുഭൂഷണ. ശാസ്ത്രാനുസാരം ഈശ്വരഭജനം ചെയ്തുകൊണ്ട് കഴിയുന്ന ആ സാധുക്കളായിട്ടുള്ള ആളുകളുണ്ട്. അവരെ ആശ്രയിക്കണം. അവരാണ് സജ്ജനങ്ങൾ. അവരെ എങ്ങനെ അറിയാം? അവരുടെ അടുക്കൽ ചെന്നാൽ ഇതാ മയി അനന്യേന ഭാവേന ഭക്തിം കുർവന്തിയേ ദൃഢാം. അനന്യഭാവത്തോടുകൂടി ഭഗവാനല്ലാതെ ആശ്രയം എനിക്ക് വേറൊരാളും ഇല്ല എന്നുള്ള ഭാവത്തില് ത്വമേവ മാതാച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച ഗുരുത്വമേവ ത്വമേവ വിദ്യാദ്രവിണം ത്വമേവ ത്വമേവ സർവം മമ ദേവദേവ എന്ന് ഭഗവാനെ സർവാത്മന അനന്യഭാവത്തിൽ ആശ്രയിക്കുന്നവരായിട്ട് ഉള്ള ആളുകള് അവരുടെ അടുക്കൽ ചെന്നാൽ ആ മദാശ്രയാഹ കഥാമൃഷ്ടാഹ ശൃണ്വന്തി കഥയന്തി ച. അങ്ങനെയുള്ള ഭക്തന്മാര് അവരെ എവിടെയൊക്കെ ഭാഗവത കഥകളുണ്ടോ, ഈശ്വര കഥകളുണ്ടോ, ആത്മതത്വ ചിന്തനമുണ്ടോ, അവിടെയൊക്കെ ചെന്ന് മദാശ്രയാഹ കഥാഹ മൃഷ്ടാഹ ശൃണ്വന്തി ഭക്തിപൂർവം ആ കഥ കേട്ടുകൊണ്ടിരിക്കും. പറയുന്നത് പണ്ഡിതനാണെന്നോ പാമരനാണെന്നോ സ്ത്രീയാണെന്നോ പുരുഷനാണെന്നോ കുട്ടിയാണെന്നോ വൃദ്ധനാണെന്നോ അതൊന്നും അവർ നോക്കില്ല. പറയുന്നത് ഈശ്വര കഥയാണോ? ആ കഥ ശൃണ്വന്തി ഭക്തിയോടുകൂടി കേട്ടുകൊണ്ടിരിക്കും. ഇനി ആരും പറയാനില്ലെങ്കിലോ കഥയന്തി ച. ആവശ്യമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കൂ. അവര് ശൃണ്വന്തി കഥയന്തി ച. അങ്ങനെയുള്ള സജ്ജനങ്ങളുണ്ടല്ലോ. തയേ തേ സാധവ സാധ്വി. അവരാണ് സജ്ജനങ്ങളായിട്ടുള്ളത്. ആ സജ്ജനങ്ങളെ ആശ്രയിക്കണം. അവരുടെ അടുക്കൽ ചെല്ലണം. എന്നാൽ അവരുടെ അടുക്കൽ ചെന്നാൽ എന്താ ഒരു ഗുണം എന്നാണെങ്കിൽ സതാം പ്രസംഗാൻ മമ വീര്യ സംവിദോ ഭവന്തി ഹൃത്കർണരസായനാഹ കഥാ. സജ്ജനങ്ങളെ തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മാർഗം അവരടുത്തങ്ങനെ ചെന്ന് നിൽക്കുമ്പോൾ അവരെന്താ പറയുന്നത് എന്ന് ശ്രദ്ധിച്ചാൽ മതി. സജ്ജനങ്ങളുടെ വായിൽ നിന്ന് ലൗകികമായിട്ടുള്ള യാതൊരു സംസാരവും ഉണ്ടാവില്ല. പിന്നെയോ ഭഗവാനെക്കുറിച്ച് മാത്രം, ഭഗവത് തത്വത്തെക്കുറിച്ച് മാത്രം, ആത്മതത്വത്തെക്കുറിച്ച് മാത്രം. അത് മാത്രമാണ് അവർ പറയുക. ലൗകിക വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളൊന്നും സജ്ജനങ്ങൾ ചെയ്യുകയില്ല. അവരുടെ അടുത്ത് ചെന്നാൽ സതാം പ്രസംഗാത്മമ വീര്യ സംവിദോ ഭവന്തി ഹൃത്കർണരസായനാഹ കഥാഹ. ഹൃദയത്തിനും കർണത്തിനും രസായനങ്ങളെ പോലെയുള്ള ഈശ്വര കഥകള് അവർ പറഞ്ഞു തരും എന്നാണ്. എന്ത് ഈ രസായനം പോലെയുള്ളത് എന്ന് പറയാൻ കാരണം ആയുർവേദത്തിൽ പലതരം മരുന്നുകളുണ്ട്. അതിൽ കഷായം, തിക്തം, രസായനം അങ്ങനെയൊക്കെ ഉണ്ട്. ഈ കഷായമൊക്കെ കഴിക്കുമ്പോൾ വളരെ വിഷമം. എന്നാൽ രസായനങ്ങളുണ്ട്. ഇപ്പൊ ചിവനപ്രാശൻ രസായനം, നരസിംഹ രസായനം, അങ്ങനെ രസായനങ്ങളായാലോ കഴിക്കാനും സ്വാദാണ്, അകത്ത് ചെന്നാലും നല്ലതാണ്. ഭഗവാന്റെ കഥകൾ അങ്ങനെയാണ്. ഈശ്വര കഥകൾക്കുള്ള ഒരു പ്രത്യേകത ഹൃത്കർണരസായനാഹ. ഹൃദയത്തിന് നല്ല ആ ഉയർച്ച, ഹൃദയത്തെ ഉയർത്തുന്നതാണ് ആ കഥകള്. അതേപോലെ തന്നെ ചെവികൾക്കും അത് കേൾക്കാനും വളരെ ഇമ്പമാർന്നതാണ് ഭഗവത് കഥകൾ. ഹൃത്കർണരസായനാഹ കഥ. ആ കഥകൾ കേട്ടാലോ, കഥകൾ കേട്ടാൽ
ആ തജ്ജോഷണാദാശ്വപവർഗവർത്മനി ശ്രദ്ധാരതി ഭക്തിരനുക്രമിഷ്യതി. ആ കഥകൾ കേട്ടാൽ നമ്മളറിയാതെ ഒരു ശ്രദ്ധ ആദ്യം ഉണ്ടാവും. ഓ സ്വാമിജി നേരത്തെ പറഞ്ഞതുപോലെ യദൃച്ഛയാമത് കഥാദൗ, യാദൃച്ഛികമായിട്ട്. ഇപ്പോ ഈ വ്യാസതപോവനത്തിന്റെ ഈ പരിസരത്തു കൂടെ പോകുമ്പോൾ എന്തൊക്കെയോ മൈക്കിൽ കേൾക്കാനുണ്ട്, ഭജന കേൾക്കാനുണ്ട്, വലിയ പന്തൽ കാണാനുണ്ട്. എന്താ ഇവിടെ ആഘോഷം, എന്താ ഇവിടെ പരിപാടി എന്നറിയാൻ വേണ്ടിയിട്ട് ഒന്ന് കയറി നോക്കിയതാണ്. കയറി നോക്കിയപ്പോൾ കുറെ ആളുകൾ ഇരുന്ന് എന്നെ കേൾക്കണു, ഒരാൾ പറയണു ഭഗവാന്റെ തത്വങ്ങളെക്കുറിച്ചും കഥകളെക്കുറിച്ചും ഒക്കെ. അപ്പോൾ ഏറ്റവും പിന്നിലെ കസേരയിൽ ചെന്നിരുന്നു, എന്താ പറയണതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കിട്ടും കൂടി മൈക്കയിലൂടെ അനൗൺസ് കേട്ടപ്പോൾ എന്നാ അത് കഴിച്ചു പോവാന്ന് വിചാരിച്ചിട്ടാണ്. ഉച്ച സമയമായി, അത് കഴിച്ചു പോവാന്ന്. അതുവരെ വെറുതെ പണിയൊന്നുമില്ല, അപ്പോ പിന്നീട് ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോ അതിലൊരു ശ്രദ്ധയുണ്ടായി. ശ്രദ്ധ യദൃച്ഛയാമത് കഥാദൗ. ആ യാദൃച്ഛികമായിട്ടൊരു കഥ കേൾക്കുമ്പോൾ ഒരു ശ്രദ്ധയുണ്ടാവും. അങ്ങനെ കുറച്ച് കേട്ടാലാണ് ഇത് നല്ല രസമുണ്ടല്ലോ തോന്നുക. എന്നിട്ടാണ് ആ ശ്രദ്ധ പതുക്കെ പതുക്കെ ആ കഥയോടുള്ള ഒരു ഇഷ്ടം. ഇനി എത്ര ദിവസം ഉണ്ട് ചോദിക്കും. പിന്നെ ആദ്യം പിന്നിൽ വന്നിരുന്ന ആള് മുമ്പിൽ വന്നിരിക്കും, പിന്നെ ചോദിക്കും ഇത് എത്ര ദിവസമാണ് ഈ പരിപാടി. എന്തായാലും പണിയൊന്നുമില്ല, അപ്പോ കുറച്ച് ദിവസം ഇവിടെ ഇരുന്ന് കഥകൾ കേൾക്കാം, അതിലൊരു രസം അങ്ങോട്ട് പിടിക്കുന്നതാണ്. ശ്രദ്ധാ രതിഹി, ഒരു ഇഷ്ടം, ഒരു പ്രേമം ഭഗവത് കഥകളോട് ഉണ്ടാവും. ഒരു സപ്താഹം കഴിഞ്ഞാൽ അപ്പൊ ചോദിക്കും അടുത്ത സപ്താഹം എവിടെയാണ്. ഒരു സപ്താഹം കേട്ട് കഴിഞ്ഞാൽ പിന്നെ തോന്നും ഒരു ഭാഗവതം പുസ്തകം എനിക്കും വേണമല്ലോ. ഇങ്ങനെയാണ് നമുക്ക് അതിനോടൊരു ഇഷ്ടം വരാനുണ്ട്. ഈശ്വര കഥയോട് ഒരു ഇഷ്ടം, ശ്രദ്ധാ രതിഹി, ആ രതി ഉണ്ടാവും. അങ്ങനെ കുറച്ചു കാലം പ്രേമഭാവത്തോടുകൂടി ഇഷ്ടഭാവത്തോടുകൂടി ഭഗവത് കഥകളില് നമ്മൾ ശ്രദ്ധയോടുകൂടി ഇരിക്കുമ്പോ ഭക്തിരനുക്രമിഷ്യതി. നമ്മൾ അറിയാതെ ഭഗവത് കഥ കേൾക്കുമ്പോൾ എല്ലാം മറന്നുകൊണ്ടൊരു പരമാനന്ദത്തില് ഇരിക്കാൻ കഴിയും. കണ്ണിൽ നിന്ന് ആ ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോൾ ആനന്ദാശ്രുക്കൾ ഒഴുകാൻ തുടങ്ങും. ഭഗവാന്റെ കാരുണ്യത്തെ ഓർക്കുമ്പോൾ ശരീരം മുഴുവൻ രോമാഞ്ചം അനുഭവപ്പെടും. അങ്ങനെയുള്ള ഒരു ഭക്തിഭാവങ്ങൾ നമ്മളറിയാതെ വന്നു ചേർന്നു എന്നാ. തജ്ജോഷണാദാശ്വപവർഗവത്മനി ശ്രദ്ധാ രതിഹി ഭക്തിരനുക്രമിഷ്യതി. ഭക്തി പിന്നാലെ വരണു. ആ ഭക്തി ഉണ്ടായാലോ, ഭക്തി എന്ന് വെച്ചാൽ ഭഗവാനോടുള്ള പ്രേമം. ഭഗവാൻ എന്ന് വെച്ചാൽ വേറെ ആരുമല്ല, അവനവൻ തന്നെ ആത്മസ്വരൂപനായിട്ട് നമ്മളിൽ ഓരോരുത്തരിലും ചൈതന്യമായി പ്രത്യേകാത്മാവായിട്ട് നിൽക്കുന്ന ആ ഭഗവാൻ തന്നെയാണ് ആ നമ്മള് വേദാന്തത്തില് പരമാത്മാവ് ബ്രഹ്മമെന്നും, അതേപോലെ തന്നെ സാഖ്യയോഗത്തിൽ പരമാത്മാവ് എന്നും ഭക്തിയോഗത്തിൽ ഭഗവാൻ എന്ന് പറയുന്നതും യാതൊരു വ്യത്യാസവും ഇല്ല എന്നാണ് ഭാഗവതം ആദ്യം തന്നെ പറയുന്നത്. അപ്പോ അവനവനിൽ തന്നെ ആ ഒരു ശ്രദ്ധാഭക്തി അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവും. ആത്മവിഷയത്തില് നമുക്കൊരു ഇഷ്ടം നമുക്കുണ്ടാവും. അങ്ങനെ ഭക്തി ഉണ്ടായാൽ, ഭക്തി എന്ന് വെച്ചാൽ തന്നെ ശങ്കരാചാര്യസ്വാമികൾ പറയണത് സ്വസ്വരൂപാനുസന്ധാനം ഭക്തി മോക്ഷസാധന സാമഗ്ര്യാം ഭക്തിരേവ ഗരീയസി. സ്വസ്വരൂപാനുസന്ധാനം ഭക്തി, സ്വസ്വരൂപസന്ധാനം, നമ്മളുടെ തന്നെ സ്വരൂപത്തെ നിരന്തരം ഓർമ്മിക്കുക. നമ്മൾ ഓരോ നാമം ജപിക്കുമ്പോഴും യഥാർത്ഥത്തില് ഓരോ നാമസങ്കീർത്തനത്തിലും നമ്മൾ അറിയാതെ നമ്മുടെ ഉപബോധ മനസ്സ് നാമിയായ ആത്മാവിനെ സ്മരിച്ചുകൊണ്ട് കീർത്തനം നടക്കില്ല. അപ്പൊ ഓരോ നാമസങ്കീർത്തനത്തിലും സ്മരണമുണ്ട്, പക്ഷെ പ്രത്യക്ഷമായിട്ട് നമുക്ക് അറിയണില്ല. അത് ഉപബോധ മനസ്സിൽ ആ സ്മരണമുണ്ട്. നിരന്തരമായ നാമസങ്കീർത്തനത്തിലൂടെ ആ ആത്മബോധത്തിലേക്ക് നമുക്ക് ഉയരാൻ കഴിയുന്ന. അപ്പോ ആ ഭക്തിഭാവം ഭക്തിയാപുമാഞ്ചാത വിരാഗ, ഭക്തിഭാവം ഭഗവാനോട് ഭക്തി ഉണ്ടാവുമ്പോ ജാതവിരാഗ ഐന്ദ്രിയാൽ, ഇന്ദ്രിയ സുഖങ്ങളോടൊക്കെ നമുക്ക് താല്പര്യം കുറേശ്ശെ കുറയുന്ന. പിന്നെ സന്ധ്യാസമയത്ത് ഈ ടെലിവിഷത്തിന്റെ മുമ്പിൽ ഇരിക്കണം എന്ന് തോന്നില്ല. ടെലിവിഷൻ എന്നാ അതിന് പറയണ്ടത്. നമ്മുടെ മനസ്സിലേക്ക് വിഷം ഇങ്ങനെ കുത്തി നിറയ്ക്കുന്ന ഒരു സാധനമാണിത്. എങ്ങനെയൊക്കെ
മരുമകളെ ദ്രോഹിക്കാന്ന് അമ്മായിയമ്മയ്ക്കും പഠിപ്പിച്ചു കൊടുക്കും, എങ്ങനെയൊക്കെ അമ്മായിയമ്മയെ ദ്രോഹിക്കാന്ന് മരുമകൾക്കും. ഇതിന്റെ മുമ്പിൽ ഇരുന്നാൽ മതി എന്നാ നമ്മുടെ മനസ്സിലേക്ക് ലോകത്തിലുള്ള സകല ദുസ്വഭാവങ്ങളും ഉണ്ടാവണോ വീട്ടിനകത്ത് ഈ ടെലിവിഷത്തിന്റെ മുമ്പിൽ ഇരുന്നാൽ മതി എന്നാണ്. പിന്നെ ഈ ഭക്തിഭാവം നമുക്ക് ഉണ്ടാവുമ്പോ പതുക്കെ 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 നമുക്ക് ആ ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്നൊരു വിമുഖത ഉണ്ടാവും എന്നാണ്. പിന്നെ എനിക്ക് വലിയ കല്യാണ സദ്യയൊന്നും വേണമെന്നില്ല, ഏതെങ്കിലും സപ്താഹവേദിയിൽ നിന്നോ തത്വസമീക്ഷാ സത്രത്തിൽ നിന്നോ കിട്ടുന്ന പ്രസാദം കിട്ടിയാൽ മതി എന്ന് തോന്നും നമുക്ക്. ആ ജാതവിരാഗ അല്പം അല്പം അല്പമായിട്ട് ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സ് ഇതാ പിന്തിരിയാൻ തുടങ്ങും. ദുഷ്ടശ്രുതാൻമദ്രചനാനുചിന്തയാ, ഭഗവാന്റെ ദിവ്യലീലകളെ നമ്മൾ അറിയാതെ ഭാഗവതത്തിന്റെ മുമ്പിലിരിക്കുമ്പോൾ ഭാഗവതം കേൾക്കും. ഗൃഹത്തിൽ ചെന്നാലോ ആ കേട്ട കഥകളെ തന്നെ അനുചിന്തയാ നിരന്തരമായിട്ട് ഓർമ്മിക്കും. എപ്പോഴും ഭഗവാനെ കുറിച്ചുള്ള ചിന്ത അത് നമുക്കുണ്ടാവും. ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഉണ്ടാവുമ്പോൾ ഇന്ദ്രിയങ്ങളൊക്കെ നിയന്ത്രണത്തിൽ വരണു. ചിത്തസ്യത്തെ ഗ്രഹണേ യോഗയുക്ത, ആ ഹൃദയത്തിനെ ചിത്തത്തിനെ ഗ്രഹിക്കാൻ, പിടിച്ച് ഇങ്ങോട്ട് നിയന്ത്രിക്കാൻ, മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് വേണ്ടത്. ആ മനസ്സിനെ നിയന്ത്രിക്കാൻ ചിത്തസ്യത്തോ ഗ്രഹണേ യോഗയുക്ത, ആ യോഗയുക്തനായിട്ടുള്ള ആൾക്ക്. യോഗം എന്ന് വെച്ചാൽ തന്നെ യോഗശ്ചിത്തവൃത്തി നിരോധ, ചിത്തവൃത്തികളെ നിരോധിക്കലാണ് യോഗം. അങ്ങനെ ഈ ഇന്ദ്രിയങ്ങളിൽ നിന്ന്, ലൗകിക സുഖങ്ങളിൽ നിന്ന്, ഇന്ദ്രിയ വൃത്തികളിൽ നിന്ന് മനസ്സിതാ പതുക്കെ പതുക്കെ പിന്തിരിയുന്നതോടുകൂടി തന്നെ നമ്മുടെ ഹൃദയം പതുക്കെ പതുക്കെ ഈശ്വരാഭിമുഖമായിട്ട് തീരുന്നു. ഈശ്വരാഭിമുഖമായി ആത്മസംബന്ധിയായിട്ടുള്ള ചിന്തനത്തിലേക്ക് ഹൃദയം പതുക്കെ തിരികെ വരുന്നു എന്നാണ്. ഇങ്ങനെ കുറച്ചു കാലം യതിഷ്യത്തെ ഋജുഭിർയോഗമാർഗൈ, വളരെ എളുപ്പം അമ്മേ സാധാരണക്കാർക്ക് കൂടി അനുഷ്ഠിക്കാവുന്ന ഒരു മാർഗം. ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ യമനിയമ പ്രാണായാമ പ്രത്യാഹാര ധാരണാധ്യാന സമാധികളുടേതായ ആ യോഗമാർഗങ്ങള് അതിനെ അനുഷ്ഠിക്കേണ്ടതായിട്ടില്ല. ഭഗവത് കഥകളിലേക്ക് വരൂ, സജ്ജന സംസർഗങ്ങളിലേക്ക് വരൂ, സജ്ജന സംസർഗത്തിലേക്ക് വരൂ, അതുവഴി ഭഗവത് കഥകളിലേക്ക് എത്തൂ. ആ ഭഗവത് കഥകളിൽ നിങ്ങൾക്കൊരു ഇഷ്ടം ഉണ്ടാവട്ടെ, പ്രേമം ഉണ്ടാവട്ടെ, ഭഗവാനോട് ഒരു ഭക്തി ഉണ്ടാവട്ടെ. അങ്ങനെ പതുക്കെ പതുക്കെ നമ്മളെ ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് മനസ്സിനെ പിന്തിരിപ്പിക്കാൻ നമുക്ക് കഴിയും. ഇങ്ങനെ കുറച്ചു കാലം തുടർന്നാൽ ഇതിനിടയ്ക്ക് മാറിപ്പോയാൽ വീണ്ടും മനസ്സ് അധപ്പതിക്കും. അസേവയായം പ്രകൃതേർ ഗുണാനാം ജ്ഞാനേന വൈരാഗ്യ വിജൃംഭിതേന. ഇങ്ങനെ കുറച്ചു കാലം നമ്മൾ ആ ലൗകിക സുഖങ്ങളെ ഉപേക്ഷിച്ച് ഈശ്വര വിഷയത്തിലേക്ക് വരുന്നതോടുകൂടി നമ്മുടെ ആ ഹൃദയം വൈരാഗ്യപൂർണമായിട്ട് തീർന്നു. അതേപോലെ ജ്ഞാനം വന്ന് നിറയണു. ഭഗവാൻ പറയുന്നു, ഭക്തിയെ, ഈശ്വര ഭക്തിയെ നിങ്ങൾ ആദ്യം സ്വീകരിക്കൂ. ആ ഭക്തി വരുമ്പോ ആ ഭക്തിയുടെ നിലനിൽപ്പിന് എത്രത്തോളം ജ്ഞാനവൈരാഗ്യങ്ങൾ വേണമോ ആ ജ്ഞാനവൈരാഗ്യങ്ങൾ ഭക്തിയാകുന്ന മാതാവിന്റെ കുഞ്ഞുങ്ങളെ പോലെ, മഹാത്മ്യത്തിൽ തന്നെ അതാ കാണിക്കുന്നത്, ഭക്തിയാകുന്ന മാതാവിന്റെ കുഞ്ഞുങ്ങളെ പോലെ, എവിടെ എവിടെ ഭക്തി വരുന്നുണ്ടോ അമ്മയെ പിന്തുടർന്ന് വരുന്ന കുഞ്ഞുങ്ങളെ പോലെ ജ്ഞാനവൈരാഗ്യങ്ങൾ അവിടേക്ക് വരും എന്നാണ്. ഏകാദശ സ്കന്ധത്തിൽ കാണാം തുഷ്ടിപുഷ്ടി ക്ഷുതപായോനുഘാസം എന്നുള്ള ഉദാഹരണം. ഭക്തിയെ സ്വീകരിക്കുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ജ്ഞാനവും വൈരാഗ്യവും സ്വാഭാവികമായിട്ട് വന്നു ചേർന്നു എന്ന്. അപ്പോ ആ നിരന്തരമായ അസേവ ഇന്ദ്രിയ വിഷയങ്ങളെ സേവിക്കാതിരിക്കുക എന്നുള്ളതിലൂടെ പതുക്കെ പതുക്കെ നമ്മുടെ ഹൃദയം അസേവയായം പ്രകൃതേർഗുണാനാം ജ്ഞാനേന വൈരാഗ്യ വിജൃംഭിതേന യോഗേന മയ്യർപ്പിതയാ ച ഭക്ത്യാ മാം പ്രത്യഗാത്മാനം ഇഹാവരുന്ധേ. ഇങ്ങനെ ആ പതുക്കെ 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 നമ്മുടെ മനസ്സിനെ നിയന്ത്രിച്ച് ആത്മബോധത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ് എങ്കിൽ പ്രകൃതി തത്വങ്ങളിൽ നിന്ന്, പ്രകൃതിയുടെ ആ ഗുണങ്ങളിൽ നിന്ന്, ത്രിഗുണങ്ങളിൽ നിന്ന് മനസ്സിനെ പതുക്കെ പതുക്കെ മാറ്റി ഈശ്വരാഭിമുഖമാക്കി, ആത്മാഭിമുഖമാക്കി നമ്മുടെ മനസ്സിനെ മാറ്റുകയാണെങ്കിൽ ഭഗവാൻ പറയണു, ഈ ജീവിതത്തിൽ തന്നെ, ഇവിടെ തന്നെ മാം പ്രത്യഗാത്മാനം ഇഹ അവരുന്ധേ, പ്രത്യേകാത്മാവായ ചൈതന്യമായ ആത്മാവായ എന്നെ പ്രാപിക്കാൻ ഈ ജീവിതത്തിൽ തന്നെ പറ്റും എന്നാണ്. വേറെ ജീവിതത്തിലേക്കൊന്നും പോകണ്ട. ജ്ഞാനമാർഗത്തിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ഗീതയിൽ ഭഗവാൻ പറയുന്നത് ആ ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ എന്ന്. പക്ഷെ ഭഗവാൻ കപിലപൂർത്തിയായിട്ട് ഭഗവാൻ പറയുന്നു, ഈ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് ഈശ്വരപ്രാപ്തിയിൽ എത്താൻ കഴിയും. പക്ഷെ അതിന് ആദ്യം വേണ്ടത് സജ്ജന സംസർഗം.
ആ സജ്ജന സംസർഗത്തിലൂടെ ഉണ്ടാകുന്ന ലൗകിക വിരക്തി, അതേപോലെ തന്നെ ആത്മാവിലുള്ള രതി, ഇത് രണ്ടുമാണ് വേണ്ടത്. അപ്പോഴാണ് ദേവഹൂതി ദേവി ചോദിച്ചത്, ഈ ഭക്തി എന്ന് വെച്ചാൽ അതെന്താണ്? പറഞ്ഞില്ലല്ലോ, അതൊന്ന് പറഞ്ഞു തരൂ. അപ്പൊ ഭഗവാൻ ഭക്തിയെക്കുറിച്ചല്ല, ഭക്തന്മാരുടെ ലക്ഷണങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഈ വൈദികമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ വേണ്ടി പറയുന്നത് സത്വഗുണത്തിൻ്റെ ആധിക്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ആ ഈശ്വര പൂജാദികള്, ഹോമാദികള്, യാഗാദികളൊക്കെ ചെയ്യണത് സത്വഗുണത്തിൻ്റെ വൃദ്ധി ഉണ്ടാവണം. അങ്ങനെ സത്വഗുണത്തിൻ്റെ വൃദ്ധി ഉണ്ടാവുമ്പോഴാണ് നമുക്ക് പതുക്കെ പതുക്കെ ഈശ്വരാഭിമുഖത നമുക്കുണ്ടാവുക. അങ്ങനെ ഈശ്വരാഭിമുഖമായി തീർന്ന് മനസ്സ് ഈശ്വരങ്കിലേക്ക് നിരന്തരം പ്രവഹിക്കുമ്പോൾ അതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. ഈശ്വരൻ എന്ന് വെച്ചാൽ ആത്മസ്വരൂപനായിട്ടുള്ള ആ പ്രത്യേകാത്മാവായ ചൈതന്യത്തിലേക്ക് മനസ്സ് പിന്തിരിഞ്ഞ് വരണം. അതാണ് ഭക്തി എന്ന് പറയുന്നത്. ആ ഭക്തിഭാവം, ഈശ്വര പ്രേമം എത്തിക്കഴിഞ്ഞാൽ നൈകാൽമതാം മേ സ്പൃഹയന്തി കേചിൻ മത്പാദസേവാഭിരതാ മദീഹാഃ യേന്യോന്യതോ ഭാഗവതാ പ്രസജ്യാ സഭാജയന്തേ മമ പൗരുഷാണി. ഭക്തന്മാർ ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ പറയാനുള്ളതായിട്ട് വേറെ ഒന്നും ഉണ്ടാവില്ല, ഭഗവാനെക്കുറിച്ച് മാത്രം ചർച്ച, ഭഗവാനെക്കുറിച്ച് മാത്രം. അങ്ങനെയുണ്ട്. ഓരോരുത്തരുടെ ഗുണങ്ങൾ സത്വഗുണമാണോ രജോ ഗുണമാണോ തമോ ഗുണമാണോ എന്നറിയണമെങ്കിൽ അവരെന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് നോക്കിയാൽ മതി. സജ്ജനങ്ങളുടെ അടുത്ത് പോയാൽ ഈശ്വര കാര്യങ്ങൾ മാത്രമേ അവർക്ക് പറയാനുണ്ടാവുള്ളൂ, ലൗകികമായ ചർച്ചകൾ ഉണ്ടാവില്ല. അവരെ എവിടെ നോക്കിയാലും പശ്യന്തിമേ രുചിരാണ്യം വസന്ത പ്രസന്ന വക്രാരുണലോചനാനി രൂപാണി ദിവ്യാനി വരപ്രജാനി. എവിടെ നോക്കിയാലും ഭഗവാന്റെ മനോഹരമായ സ്വരൂപം. നീലാകാശത്തെ കാണുമ്പോഴും ഇതെന്റെ ഭഗവാന്റെ ദിവ്യസ്വരൂപം എന്നുള്ള ചിന്ത. ഉദിച്ചുയരുന്ന സൂര്യനെ കാണുമ്പോഴും അവിടെ എന്റെ ഭഗവാനാണെന്നുള്ള ചിന്ത. ചന്ദ്രനെ കാണുമ്പോഴും ഈശ്വരനാണെന്നുള്ള ചിന്ത. അതേപോലെ പക്ഷി മൃഗാദികളെ കാണുമ്പോഴും സസ്യലതാദികളെ കാണുമ്പോഴും ഒക്കെ അതിൻ്റെ ഉള്ളിലുള്ള ഈശ്വര ഭാവത്തെ കാണുന്നവരായിട്ട്, ഈശ്വരനെ അല്ലാതെ മറ്റൊന്നും തന്നെ കാണില്ല അങ്ങനെയുള്ളവര്. ഈശ്വരൻ, ചിലവര് പറയും ആകാശത്തിലാണ് ഈശ്വരൻ, അല്ലെങ്കിൽ ഹൃദയത്തിലാണ് ഈശ്വരൻ, അങ്ങനെയൊക്കെ പറയുക. പക്ഷെ ആത്മതത്വത്തെ ഗ്രഹിച്ചവരെ ഈശ്വരനെ അല്ലാതെ മറ്റൊന്നും തന്നെ കാണില്ല. അങ്ങനെയുള്ള ഭാവത്തിലേക്ക് എത്തിച്ചേരും. അങ്ങനെയുള്ള ആളുകൾക്ക് മോക്ഷം എന്നുള്ളത് അവര് ആഗ്രഹിക്കാറൊന്നുമില്ല. എങ്കിലും അവർക്ക് ആ മുക്തിപദം അവസാനം ലഭിക്കണം. അതുകൊണ്ട് അങ്ങനെയുള്ള ആ ഭക്തിഭാവത്തിലേക്ക് എത്താൻ കഴിയണം. അങ്ങനെയുള്ള ആ ആളുകൾക്ക് ഈ ലൗകികമായ ജീവിതത്തിൽ എന്തെങ്കിലും ആപത്ത് വരുമോ ഏതാണെങ്കിൽ ഭഗവാൻ പറഞ്ഞു, യേഷാമഹം ഗുരുരാത്മാ സുതശ്ച സഖാ ഗുരുഹു സുഹൃദോ ദൈവമിഷ്ടം. അവർക്ക് എന്നും എന്നും അവരുടെ ആ ഗുരു പ്രിയനായിട്ട്, യേഷാമഹം പ്രിയ, എന്നും എന്നും കൂട്ടുകാരനായിട്ട് പ്രിയനായിട്ട് ഞാനുണ്ടാവും. അവരുടെ ആത്മാവായിട്ട്, അവരുടെ പുത്രനായിട്ട്, അവർക്ക് സഖാവായിട്ട്, അവർക്ക് ഗുരുവായിട്ട്, അവർക്ക് സുഹൃത്തായിട്ട്, ഇഷ്ടദൈവമായിട്ട് എന്നും ആത്മസ്വരൂപനായ ഞാൻ അമ്മയുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്ക് ലൗകികമായിട്ടുള്ള യാതൊരു ആപത്തും വരില്ല. കാലം പോലും ലേഠിഹേതി, കാലചക്രം, എല്ലാം ലോകത്തിൽ നിന്ന് തുടച്ചു നിൽക്കുന്ന കാലചക്രം പോലും, കാലം എന്നുള്ള എന്റെ ശക്തി പോലും അവരെ സ്പർശിക്കുന്നില്ല അമ്മേ. അങ്ങനെയുള്ള ഭക്തന്മാർക്ക് അവസാനം പറഞ്ഞു ഭഗവാൻ, അവരെ സംസാര സ്വരൂപമായിട്ടുള്ള മൃത്യുവിൽ നിന്ന് ഞാൻ പോലും മോചിപ്പിക്കണു. താൻ മൃത്യോരതിപാരയെ, മരണസ്വരൂപമായിട്ട് സംസാരത്തിൽ നിന്ന് ഞാൻ മോചിപ്പിക്കണം. മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ അവിടുത്തേക്ക് ശക്തിയുണ്ടോ എന്നാണെങ്കിൽ അമ്മ ചോദിച്ചപ്പോൾ ഭഗവാന്റെ ഭാവം ഒന്നും മാറിയെന്നാണ്. ഭഗവാൻ പറഞ്ഞു, അമ്മേ, മദ്ഭയാദ്വാതിവാതോയം സൂര്യസ്തപതി മദ്ഭയാൽ വർഷതീന്ദ്രോ ദഹത്യഗ്നിഹി മൃത്യുസ്തരതി മദ്ഭയാൽ. അമ്മേ, എന്നെ പേടിച്ചിട്ടാണ് ഇന്ദ്രൻ മഴ പെയ്യിക്കുന്നത്, എന്നെ പേടിച്ചിട്ടാണ് അഗ്നി ജ്വലിക്കുന്നത്, എന്നെ പേടിച്ചിട്ടാണ് സൂര്യൻ ഉദിക്കുന്നത്, എന്നെ പേടിച്ചിട്ടാണ് ലോകത്തിൽ മരണം പോലും നടക്കുന്നത് എന്നിരിക്കെ എൻ്റെ ഭക്തന്റെ ആത്മാവും സുഹൃത്തും പ്രിയനും ഗുരുവും സഖാവും ഇഷ്ടദൈവവും ഒക്കെ ആയി ഞാനുള്ളപ്പോ അവർ പിന്നെ മരണത്തെ ഭയക്കേണ്ടതുണ്ടോ? അതുകൊണ്ട് ആ ഭക്തി,
സമ്പാദിക്കാൻ വേണ്ടി ശ്രമിക്കൂ അമ്മേ പറയാം. അപ്പോഴാണ് ദേവഹൂതി ദേവി ചോദിച്ചു, ഭഗവാനെ, അവിടുന്ന് സാഖ്യയോഗത്തിന്റെ ആചാര്യനായിട്ടാണ് വന്നത്. അതുകൊണ്ട് സാഖ്യയോഗം എന്ത് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. പ്രകൃതി പുരുഷ ആ ബന്ധത്തെക്കുറിച്ചുള്ള സാഖ്യയോഗത്തെക്കുറിച്ചൊന്ന് അവിടുന്ന് പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിക്കുക. ഭഗവാൻ പറഞ്ഞു, ആദ്യം പുരുഷൻ ആരാണെന്ന് മനസ്സിലാക്കണം, പ്രകൃതി എന്താണെന്ന് മനസ്സിലാക്കണം. പുരുഷൻ എന്ന് വെച്ചാൽ ആൺ പെൺ എന്നുള്ള വ്യത്യാസമല്ല ഇവിടെ പറയുന്നത്. നമ്മുടെ ശരീരമാകുന്ന ഈ പുരം, ആ പുരത്തില് ശയിക്കുന്ന ആത്മചൈതന്യം, അതാണ് പുരുഷൻ. ഈ മനുഷ്യരുടെ മാത്രമല്ല, സകല ജീവജാലങ്ങളുടെയും ശരീരമാകുന്ന പുരത്തില് ആത്മാവായിട്ട് ചൈതന്യമായിട്ട് ശോഭിക്കുന്ന ആ ദിവ്യ ചൈതന്യം, അതാണ് പുരുഷൻ. ശരീരത്തിൽ വസിക്കുന്ന ആള്, അതായത് ജീവാത്മാവ് എന്നർത്ഥം. അപ്പോ ഇവിടെ എല്ലാവരും പുരുഷന്മാരും മാത്രമേ ഉള്ളൂ, സ്ത്രീകളില്ല. പല ഗ്രന്ഥങ്ങളിലും കാണും. ചില ആളുകളൊക്കെ വന്ന് സംശയം ചോദിക്കും, ഭാഗവതം പെണ്ണുങ്ങൾക്ക് വായിക്കാൻ പാടുമോ? ഗായത്രി മന്ത്രം സ്ത്രീകൾക്ക് ജപിക്കാൻ പാടുമോ? പുരുഷന്മാർക്കേ പാടുള്ളൂ എന്നാ നിയമം. ആരാ പുരുഷൻ? പുരുഷൻ എന്ന് വെച്ചാൽ ജീവാത്മാവായിട്ടുള്ള ആള്. ഞാൻ ഈ ശരീരത്തിൻ്റെ ഉള്ളിലെ ശരീരമാകുന്ന പുരത്തിലുള്ള ആത്മാവാണെന്ന് അല്പമെങ്കിലും ഒരു ബോധം ഉള്ളവർക്ക് ഒക്കെ ഈ ഗായത്രി മന്ത്രവും ആവാം, ഭാഗവതവും ആവാം, പ്രണവും ആവാം, എല്ലാവർക്കും ആവാം. അപ്പൊ ഓരോ ജീവാത്മാക്കളും ഞാൻ ജീവാത്മാവാണെന്നുള്ള ബോധം വേണം. എനിക്ക് പരമാത്മാവിലേക്ക്, ആ പരമാത്മസ്വരൂപം എന്തെന്നുള്ള ബോധത്തിലേക്ക് ഉയരണം എന്നുള്ള ആഗ്രഹം വേണം. അതാ വേണ്ടത്. അതായത് ആധ്യാത്മിക കാര്യങ്ങളില് അല്പം താല്പര്യം വന്നോ എല്ലാവരും പുരുഷന്മാരായി, പിന്നെ സ്ത്രീകളില്ല. അപ്പൊ പുരുഷത്വം എന്ന് പറയുന്നത് ഈ ശരീരമാകുന്ന പുരത്തിൽ ശയിക്കുന്ന നമ്മൾ ഓരോരുത്തരും പുരുഷന്മാരാണ്. നമുക്കൊക്കെ അധികാരമുണ്ട് ഈശ്വരങ്കലേക്ക് എത്താനുള്ള ആധ്യാത്മിക മാർഗത്തിൽ മുന്നേറാൻ. ഭാഗവതത്തിനും ഗായത്രിക്കും പ്രണവത്തിനും ഒക്കെ എല്ലാവർക്കും അധികാരമുണ്ട്. കാരണം പുരുഷനാണെന്നുള്ള തോന്നലുണ്ടാവണം എന്ന് മാത്രം. ആ പുരുഷനില് ആരാണെന്ന് അറിയണം. ആ പുരുഷൻ എങ്ങനെയുള്ള ആളാണ്? അനാദിരാത്മാ പുരുഷോ നിർഗുണ പ്രകൃതേ പര പ്രത്യഗ്ധാമാ സ്വയം ജ്യോതിർവിശ്വം യേന സമന്വിതം. പുരുഷൻ അനാദിയാണ്, ജനനമരണരഹിതനായിട്ട് ആ ആത്മസ്വരൂപനായി ഓരോ ജീവനിലേക്കും ഓരോ ജീവജാലങ്ങളിലും ആ പ്രവേശിച്ച ജീവാത്മാക്കൾ ഉണ്ടല്ലോ. ആത്മാവ് നിർഗുണ, ത്രിഗുണങ്ങളിൽ നിന്നെല്ലാം ഉപരിയായി നിൽക്കുന്ന, പ്രകൃതിക്കും അപ്പുറത്ത് നിൽക്കുന്ന ആ സ്വയം ജ്യോതിസായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഏതൊരു ചൈതന്യമാണോ ശോഭിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ആ സർവശക്തനാണ് പുരുഷൻ എന്ന് മനസ്സിലാക്കുക. അതിൽ നിന്ന് ഭിന്നമായിട്ട് ഇതാ ഈ ലോകത്തിലെ നശിക്കുന്നതായി ത്രിഗുണാത്മികയായി നിത്യമായിട്ടുള്ള ആ പ്രകൃതി, അതെന്താണെന്ന് മനസ്സിലാക്കണം. ഈ പ്രകൃതി പുരുഷ ഭേദത്തെ ആദ്യം മനസ്സിലാക്കണം. ആ പ്രകൃതി പുരുഷ ഭേദത്തെ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോഴാണ് ആദ്യം പരംപുരുഷനായ ഭഗവാങ്കൽ നിന്നാണ്. ഭഗവാൻ മാത്രമേ ഉള്ളൂ. ആ ഭഗവാന്റെ ഒരു ശക്തി, വിശേഷമായ ഒരു ശക്തിയാണ് ഈ പ്രകൃതി എന്ന് മനസ്സിലാക്കുക. ഭഗവാനിൽ യാദൃച്ഛികമായിട്ട് ഭഗവാൻ പ്രകടിപ്പിക്കുന്ന ഒരു ശക്തി വിശേഷം, അതാണ് ഈ പ്രകൃതി. ആ പ്രകൃതിയിൽ ഭഗവാന്റെ ഒരു ഈക്ഷണം, ഒരു കടാക്ഷം ഉണ്ടായപ്പോ പ്രകൃതി മഹദഹങ്കാര തന്മാത്ര ഭൂതാന്യപി ഹൃദപി ദശാക്ഷീ പൂരുഷ പഞ്ചവിംശ ഇതി വിദിത വിഭാഗോ മുച്യത്തെ സൗ പ്രകൃത്യാ കപിലതനുരിതിത്വം ദേവഹൂത്യന്യഗാദി. നാരായണീയത്തിൽ പറയുന്നു, ആദ്യം പ്രകൃതിയെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ പ്രകൃതിയില് ഭഗവാന്റെ ഒരു നോട്ടം, ഈക്ഷണം അല്ലെങ്കിൽ സങ്കല്പം, ആ സങ്കല്പം കൊണ്ട് ആ പ്രകൃതി, ത്രിഗുണാത്മികയായ പ്രകൃതി ആദ്യം ശാന്തമായിട്ട്, ഒരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ ശാന്തമായ സമുദ്രത്തെ പോലെ, നിശ്ചലമായ സമുദ്രത്തെ പോലെ ഒന്നും വെളിവാക്കാതെ നിൽക്കുന്ന ആ അവസ്ഥ എന്ന് സങ്കല്പിക്കാം. നമുക്ക് അങ്ങനെയാണോ ചോദിച്ചാൽ അങ്ങനെയാണെന്ന് ഉറപ്പ് പറയാൻ നിവൃത്തിയില്ല. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് സങ്കല്പിച്ചു നോക്കാം. ശാന്തമായി നിൽക്കുന്ന സമുദ്രം പോലെ ആ സമുദ്രത്തിലേക്ക് ഭഗവാന്റെ കടാക്ഷമാകുന്ന, സങ്കല്പമാകുന്ന ഒരു ശക്തിവിശേഷം അതിൽ പ്രവർത്തിച്ചപ്പോ ആ ശാന്തമായ സമുദ്രം ഒന്ന് ഇളകി അങ്ങോട്ട് മറിഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പോ അതിലുള്ള ഗുണങ്ങൾ ഓരോന്നായി പ്രകടീകൃതങ്ങളായി. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഈ ഗുണങ്ങളൊക്കെ
പ്രകടമായി പ്രകൃതിയിൽ ലീനമായിട്ട് കിടന്നിരുന്ന, അറിയാതെ അല്ലെങ്കിൽ ആരാലും അറിയപ്പെടാതെ കിടന്നിരുന്ന ആ ഗുണങ്ങൾ പ്രകടീകൃതമായിട്ട് പ്രകടാവസ്ഥയിലെത്തിയ ഒരവസ്ഥ, ഒരു ഇളകി ക്ഷോഭിച്ച് കലങ്ങി മറയുന്ന ഒരു സമുദ്രം പോലെയുള്ള അവസ്ഥ, അതിനെ വേണമെങ്കിൽ മഹത്തത്വം എന്ന് പറയാം. മഹത്ത് എന്ന് പറയുന്നു. പ്രധാനം, അതിനെയാണ് പ്രകൃതി എന്ന് പറയുന്നത്. ആ പ്രകൃതിയിൽ നിന്ന് മഹത്തത്വം ഉണ്ടായി. ആ മഹത്തത്വം വീണ്ടും അതില് ഭഗവത് സങ്കല്പം ഉണ്ടായതോടുകൂടി ആ മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരം, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, 3 ഗുണങ്ങളുണ്ട്. ആ 3 ഗുണങ്ങൾക്കനുസരിച്ച് 3 തരത്തിലുള്ള അഹങ്കാരങ്ങൾ ഉണ്ടായി. സാത്വികാഹങ്കാരം, രാജസാഹങ്കാരം, താമസാഹങ്കാരം. ഇങ്ങനെ അഹങ്കാരങ്ങൾ 3 അതിൽ നിന്ന് രൂപപ്പെട്ടു ഈ മഹത്തത്വത്തില്. അങ്ങനെ അഹങ്കാരങ്ങൾ ഉണ്ടായപ്പോ ആ അഹങ്കാരത്തിൽ നിന്ന്, സാത്വികാഹങ്കാരത്തിൽ നിന്ന് മനസ്സുണ്ടായി. ഈ പ്രപഞ്ചത്തിന്റെ മനസ്സുണ്ടായി. നമ്മൾ വേണമെങ്കിൽ പറയാം ഒരു യൂണിവേഴ്സൽ കോൺഷ്യസ്നസ്, ഒരു ബോധം ആ പ്രകൃതിയിൽ ഉടലെടുത്തു. ഭഗവാന്റെ സങ്കല്പം കൊണ്ട് ഭഗവത് ശക്തി അതിൽ ആവേശിച്ചപ്പോഴാണ് ഇതൊക്കെ ഉണ്ടാവണത്. അതായത് അസത്തായിട്ടുള്ള, ഇല്ലാത്തതായിട്ടുള്ള ഈ പ്രകൃതിയില് സത്തായിട്ടുള്ള ഭഗവാന്റെ അനുപ്രവേശം വഴി ഇതാ പ്രകൃതി മഹത്തത്വമായി, മഹത്തത്വം അഹങ്കാരങ്ങളായിട്ട്, അഹങ്കാരമായിട്ട് പിരിഞ്ഞു. അതിൽ നിന്ന് സാത്വികാഹങ്കാരത്തിൽ നിന്ന് മനസ്സുണ്ടായി. അതേപോലെ രാജസാഹങ്കാരത്തിൽ നിന്ന് ജ്ഞാനേന്ദ്രിയങ്ങള്, കർമ്മേന്ദ്രിയങ്ങള്, ഇങ്ങനെ 10 ഇന്ദ്രിയങ്ങൾ ഉണ്ടായി. ജ്ഞാനേന്ദ്രിയങ്ങള് ആ വാക്ക്, അതേപോലെ തന്നെ ശ്രോത്രം, അതേപോലെ തന്നെ നാവ്, അതേപോലെ ത്വക്ക്, അതേപോലെ ഘ്രാണം, ഇങ്ങനെ 5 ജ്ഞാനേന്ദ്രിയങ്ങള്. അതേപോലെ 5 കർമ്മേന്ദ്രിയങ്ങള്, വാക്പാണി പായു ഉപസ്ഥങ്ങളാകുന്ന, വാക്പാണി പായു ഉപസ്ഥങ്ങളാകുന്ന 5 കർമ്മേന്ദ്രിയങ്ങളും ഉണ്ടായി രാജസാഹങ്കാരത്തിൽ നിന്ന്. താമസാഹങ്കാരത്തിൽ നിന്ന് ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന 5 തന്മാത്രകളും അതിൽ നിന്നൊക്കെ ഭൂമി, വായു, ആകാശം, അഗ്നി, ജലം മുതലായ പഞ്ചഭൂതങ്ങളും ഉണ്ടായി. ഇങ്ങനെ ആദ്യം പ്രകൃതി, പ്രകൃതിയിൽ നിന്ന് മഹത്തത്വം, അതിൽ നിന്ന് അഹങ്കാരം, അതിൽ നിന്ന് മനസ്സ്, അതേപോലെ പഞ്ചഭൂതങ്ങള്, പഞ്ചതന്മാത്രകള്, 5 ജ്ഞാനേന്ദ്രിയങ്ങള്, 5 കർമ്മേന്ദ്രിയങ്ങള്. ഇങ്ങനെ പ്രകൃതി, ഒരേ ഒരു പ്രകൃതി തന്നെ 24 തത്വമായിട്ട് അങ്ങോട്ട് മാറി. പ്രകൃതി മഹദ് അഹങ്കാര തന്മാത്ര ഭൂതാന്യപി ഹൃദപി ദശാക്ഷി പൂരുഷ പഞ്ചവിംശ. പ്രകൃതി, മഹത്തത്വം, അഹങ്കാരം, മനസ്സ് 4. പിന്നെ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങള്, 5 കർമ്മേന്ദ്രിയങ്ങള്, 5 പഞ്ചതന്മാത്രകള്. അപ്പൊ 4, 5, അപ്പൊ 20. 20 4 24. 24 തത്വങ്ങൾ ഉണ്ടായി. 25ാമത്തെ തത്വമായിട്ട് കാലം. ഇതിനെല്ലാം പ്രേരിപ്പിക്കുന്ന ഭഗവാന്റെ സ്വരൂപമാണ് കാലം. ആ കാലത്തെ തന്നെയാണ് പുരുഷൻ എന്ന് പറയുന്ന, ആത്മാവായിട്ട് പറയുന്ന ആ തത്വം. ആ തത്വം ഈ പ്രകൃതിയിലേക്ക് വന്നപ്പോ, പ്രകൃതിയിലേക്ക് യോജിച്ചപ്പോ ജീവാത്മാവായിട്ട് മാറി. കാലം തന്നെ, പരമാത്മതത്വമായ കാലം തന്നെയാണ് ഈ പ്രകൃതിയിലേക്ക് പ്രവേശിച്ച് ജീവാത്മാവായിട്ട് മാറണത്. ഇങ്ങനെ പൂരുഷ പഞ്ചവിംശ, 25ാമത്തെ തത്വം ആ ഈശ്വരൻ. അതിൽ ഓരോ എന്തിൽ നിന്ന് എന്തൊക്കെ ഉണ്ടായി. ആദ്യം താമസാഹങ്കാരത്തിൽ നിന്ന് ആദ്യം ശബ്ദമുണ്ടായി. ആ ശബ്ദത്തിൽ നിന്നാണ് ആകാശം ഉണ്ടായത്. ആ ശബ്ദം എന്ന് പറയുന്ന തന്മാത്രയിൽ നിന്ന് ആകാശം എന്നുള്ള ഭൂതമുണ്ടായി. അതിനെ അറിയാൻ വേണ്ടിയിട്ട് ശ്രോത്രേന്ദ്രിയം. അതേപോലെ തന്നെ ആ ആകാശം എന്ന് പറയുന്ന ഭൂതത്തിൽ നിന്ന് പിന്നീട് ആ സ്പർശം എന്നുള്ള തന്മാത്രയുണ്ടായി. ആ തന്മാത്രയിൽ നിന്ന് വായു എന്നുള്ള ഭൂതം ഉണ്ടായി. ആ വായു എന്നുള്ള ഭൂതത്തിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രവണേന്ദ്രിയം. അതേപോലെ ആ വായു എന്ന് പറയുന്ന ആ ഭൂതത്തിൽ നിന്നാണ് പിന്നീട് രൂപം എന്നുള്ള ആ തന്മാത്രയുണ്ടായത്. ആ രൂപത്തിൽ നിന്നാണ് അഗ്നി എന്നുള്ള ഭൂതം ഉണ്ടായത്. ഈ രൂപത്തിനെ അറിയാൻ വേണ്ടിയിട്ട് ചക്ഷുസ് എന്ന് പറയുന്ന, കണ്ണ് എന്ന് പറയുന്ന ഇന്ദ്രിയം ഉണ്ടായി. പിന്നെ അതിൽ നിന്ന്, ആ രൂപത്തിൽ നിന്ന് വീണ്ടും രസം ഉണ്ടായി.
ആ രസത്തിൽ നിന്ന് രസത്തെ അറിയാൻ രസത്തിന്റെ ഭൂതമായിട്ടുള്ള ജലമുണ്ടായി. ജലം എന്ന് പറയുന്ന ഭൂതമുണ്ടായി. അതിനെ അറിയാൻ വേണ്ടി രസന ജിഹ്വ എന്ന് പറയുന്ന ഇന്ദ്രിയം ഉണ്ടായി. അതേപോലെ അതിൽ നിന്നാണ് ജലമുണ്ടായത്. ജലമുണ്ടായി. പിന്നീട് ശബ്ദസ്പർശ രൂപ രസ ഗന്ധം എന്നുള്ള തന്മാത്രയുണ്ടായി. ആ തന്മാത്രയുടെ ഭൂതമായിട്ട് ഭൂമി ഉണ്ടായി. ആ തന്മാത്രയിൽ നിന്ന് അതിനെ അറിയാൻ വേണ്ടിയിട്ട് ഘ്രാണം എന്ന് പറയുന്ന ഇന്ദ്രിയം ഉണ്ടായി. ഇങ്ങനെ ആകാശത്തിൽ നിന്ന്, ശബ്ദത്തിൽ നിന്ന് ആകാശം, ആകാശത്തിൽ നിന്ന് സ്പർശം, സ്പർശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് രൂപം, രൂപത്തിൽ നിന്ന് അഗ്നി, അഗ്നിയിൽ നിന്ന് രസം, രസത്തിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് ഗന്ധം, ഗന്ധത്തിൽ നിന്ന് ഭൂമി. ഇങ്ങനെയാണ് 10 ഉണ്ടായത്. ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളും അതേപോലെ പൃഥിവ്യ തേജോ വായുരാകാശങ്ങളാകുന്ന പഞ്ചഭൂതങ്ങളും അവയെ ആസ്വദിക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്ദ്രിയങ്ങള് രാജസാഹങ്കാരത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഇങ്ങനെ ഓരോ അഹങ്കാരത്തിൽ നിന്നുമാണ് ഇതൊക്കെ ഉണ്ടായത്. ഇതൊക്കെ ഈ 24 തത്വങ്ങളും പ്രകൃതിയും മഹത്വം അഹങ്കാരവും മനസ്സും പഞ്ചഭൂതങ്ങളും പഞ്ചതന്മാത്രകളും പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഒക്കെ പ്രകൃതിയുടെ ഭാഗമാണ്. ഇതൊക്കെ ജഡമാണ്. ജഡാത്മികയാണ് ഈ പ്രകൃതി. എപ്പോഴാ പിന്നെ ഈ പ്രകൃതിക്ക് ശക്തി കിട്ടുന്നത്? അതിലെ ചൈതന്യസ്വരൂപനായ പുരുഷൻ ആത്മാവായി ജീവാത്മാവായിട്ട് പ്രവേശിക്കുമ്പോൾ. അപ്പോൾ മാത്രമേ ഇതിനൊക്കെ പ്രവർത്തനത്തിനുള്ള ശക്തി ഉണ്ടാവുള്ളൂ. അപ്പൊ ഇതൊക്കെ കൂടി ഈ 24 തത്വങ്ങളും ഒക്കെ ഉണ്ടായി. അതേപോലെ സാത്വിക അഹങ്കാരത്തിൽ നിന്ന് ഓരോ ഇന്ദ്രിയത്തിൻ്റെയും ദേവതകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വായു എന്ന് പറയുന്ന വാക്ക് എന്ന് പറയുന്ന ആ ഇന്ദ്രിയത്തിന്റെ ദേവതയായിട്ട് അഗ്നി ഉണ്ടായി. അതേപോലെ ഘ്രാണേന്ദ്രിയത്തിന്റെ ദേവതയായിട്ട് വായു ഭഗവാൻ ഉണ്ടായി. ചക്ഷുസിന്റെ ദേവതയായിട്ട് സൂര്യനുണ്ടായി. അതേപോലെ ശ്രോത്രേന്ദ്രിയത്തിന്റെ ഭാഗമായി ദിക്കുകൾ ഉണ്ടായി. അതേപോലെ വീര്യത്തിന്റെ ഭാഗമായിട്ട് ജലമുണ്ടായി. ഗുദമെന്ന് പറയുന്ന ആ ഇന്ദ്രിയത്തിന്റെ ദേവതയായിട്ട് മൃത്യുദേവനുണ്ടായി. കാലത്തിന്റെ ദേവതയായിട്ട് ഉപേന്ദ്രൻ വിഷ്ണു ഉണ്ടായി. അതേപോലെ ഉദരത്തിന്റെ ദേവതയായി സമുദ്രദേവനുണ്ടായി. ഇങ്ങനെ ഓരോരോ വസ്തുക്കളുടെയും ദേവതമാര്, ആ ഇന്ദ്രിയ ദേവതമാർ, ഇന്ദ്രിയത്തിന്റെ അധിഷ്ഠാന ദേവതമാരുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ദേവതമാരും അതേപോലെ തന്നെ പഞ്ചഭൂതങ്ങളും പഞ്ചതന്മാത്രകളും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഒക്കെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ടും ഈ പ്രപഞ്ചത്തിന് ബ്രഹ്മാണ്ഡമായിട്ട് പരിണമിക്കാൻ കഴിഞ്ഞില്ല. ഇവയ്ക്കൊന്നും പരസ്പരം യോജിക്കാൻ തന്നെ കഴിഞ്ഞതില്ല. അഗ്നിയും വായുവും തമ്മിൽ യോജിക്കില്ല, അഗ്നിയും ജലവും തമ്മിൽ യോജിക്കില്ല, ആകാശവും വായുവും തമ്മിൽ യോജിക്കില്ല. ഇങ്ങനെ പ്രവർത്തനക്ഷമമല്ലാതിരുന്ന മൃതമായിട്ടുള്ള അണ്ഡം, അങ്ങനെയുള്ള ആ അവസ്ഥയിൽ നിന്ന് എപ്പോഴാണോ ക്ഷേത്രജ്ഞനായ പരമാത്മാവായ ചൈതന്യമായ ഭഗവാൻ ഈ പ്രപഞ്ചത്തിലേക്ക് അനുപ്രവേശം ചെയ്തത്, ജീവാത്മാവായി ചൈതന്യമായി പ്രത്യേകാത്മാവായി ഈ പ്രപഞ്ചത്തിലേക്ക് പ്രവേശിച്ചത്, അതോടുകൂടിയിട്ടാണ് ഈ പ്രപഞ്ചം ചലനാത്മകമായിട്ട് ജീവസുറ്റതായിട്ട്, അതേപോലെ ജഡമായിട്ട് കിടന്ന ഈ പ്രപഞ്ചം ജീവസുറ്റതായി ചൈതന്യമായിട്ട് ശക്തി സഹിതമായിട്ട് സത് അസത് മിശ്രിതമാണ് ഈ പ്രപഞ്ചം എന്ന് പറയും. സത്തും അസത്തും ചേർന്നാണ്. അസത്ത് ഈ പ്രകൃതി, സത്ത് ഭഗവാൻ. ആ സദസ് മിശ്രിതമായിട്ടുള്ള ഈ പ്രപഞ്ചമായിട്ട് മാറിയത്. അപ്പൊ ഭഗവാൻ തന്നെ പുരുഷനാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ പ്രകൃതി മുതലെല്ലാം സൃഷ്ടിച്ചത്. പ്രകൃതിയായതും മഹത്തത്വമായതും അഹങ്കാരമായതും മനസ്സായതും പഞ്ചഭൂതങ്ങളായതും പഞ്ചതന്മാത്രകളായതും ഒക്കെ ആ പരംപുരുഷൻ. എന്നിട്ടും ആ പരംപുരുഷന്റെ ആത്മശക്തി, ആത്മാവ് ഇതിലേക്ക് പ്രവേശിച്ചപ്പോഴേ ഈ പ്രപഞ്ചത്തിന് പ്രവർത്തിക്കാനേ കഴിഞ്ഞുള്ളൂ. നോതതിഷ്ഠത്യതാ വിരാട്, ആ വിരാട് പുരുഷൻ ചലനാത്മകമായിട്ട് തീർന്നു അപ്പോഴാണ്. അതുകൊണ്ട് ഇതാണ് ആ പ്രകൃതി ജഡാത്മികയാണ്, പുരുഷൻ മാത്രമാണ് ചൈതന്യമായിട്ടുള്ളത്. ഈ പ്രകൃതിയിലേക്കല്ല നമ്മൾ, പ്രകൃതിയുടെ ഭാഗമല്ല, ചൈതന്യമായിട്ട് നമ്മളിൽ ഇരിക്കുന്ന ആത്മാവ് ഭഗവാന്റെ ആ പരംപുരുഷന്റെ ഭാഗമാണ്. ഇതറിയലാണ് സാഖ്യം. ഭഗവാൻ ആണ് നമ്മൾ, പരംപുരുഷനായ ഭഗവാന്റെ പരമാത്മാവിന്റെ ഭാഗമാണ് ഓരോ ജീവാത്മാവും, അല്ലാതെ പ്രകൃതിയുടെ ഭാഗമല്ല. ഇത് മനസ്സിലാക്കലാണ് സാഖ്യയോഗം എന്ന് പറയാം. എന്നിട്ടാണ് സാഖ്യയോഗത്തിന്റെ ആ ഭഗവാൻ ഈ പ്രകൃതിയിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് ആ ഭഗവാൻ അസംഗനായിട്ട് ഈ പ്രകൃതിയെ മുഴുവൻ സാക്ഷിഭൂതനായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ സാക്ഷിഭൂതനായിട്ട് നിൽക്കുന്ന ഭഗവാനെ
ആ ജീവാത്മാവ് ഈ പ്രപഞ്ചത്തിലെ സകല പ്രവർത്തികൾക്കും സാക്ഷി മാത്രമാണ്. ഏതുപോലെ എന്നാണെങ്കിൽ പറയാണ്, ജലാർക്കവൽ, ഒരു കുറേ പാത്രങ്ങൾ, ഒന്നിൽ ചാണകവെള്ളം കലക്കി വെച്ചിട്ടുണ്ട്, ഒന്നിൽ ചളിവെള്ളം കലക്കി വെച്ചിട്ടുണ്ട്, ഒന്നിൽ കറുത്ത മഷി കലക്കി വെച്ചിട്ടുണ്ട്, ഒന്നിൽ നീല ചായം കലക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കലക്കി വെച്ചിട്ട് വെയിലത്ത് കൊണ്ടുവച്ചു. ഈ എല്ലാ പാത്രങ്ങളിലും ആകാശത്ത് മിന്നുന്ന സൂര്യന്റെ പ്രതിബിംബമുണ്ട്. ചാണകവെള്ളത്തിൽ നോക്കിയപ്പോൾ ആകപ്പാടെ മുഷിഞ്ഞു കാണുന്നു, ചളിവെള്ളത്തിൽ അതിനേക്കാൾ മുഷിഞ്ഞു കാണുന്നു. നീലവെള്ളത്തിൽ നോക്കുമ്പോൾ സൂര്യൻ നീല നിറമായിട്ടാണ് കാണുന്നത്. മഞ്ഞ നിറത്തിൽ മഞ്ഞപ്പൊടി കലക്കി വെച്ച വെള്ളത്തിൽ സൂര്യൻ മഞ്ഞ നിറത്തിലാണ് കാണുന്നത്. യഥാർത്ഥത്തിൽ സൂര്യന് മഞ്ഞയോ അല്ലെങ്കിൽ നീലയോ അങ്ങനെയുള്ള ഏതെങ്കിലും നിറമുണ്ടോ? ഒരു നിറവും ഇല്ല. പക്ഷേ അതിനാധാരമായിട്ട് നിൽക്കുന്ന ആ ജലത്തിനാണ് നിറഭേദങ്ങളിൽ പ്രതിബിംബിക്കുന്ന സൂര്യൻ വേറെയാണ്. ഇതേപോലെ പരമാത്മാവായ ഭഗവാൻ നമ്മളുടെ ഓരോരുത്തരുടെയും ചിത്തത്തില് പ്രതിബിംബിക്കണു ജീവാത്മാവായിട്ട്. യഥാർത്ഥത്തിൽ ആ പരമാത്മാവിൻ്റെ പ്രതിബിംബം ആ മാത്രമാണ്. നമ്മളൊക്കെ ആ പരമാത്മ തത്വത്തിലേക്ക് തിരികെ പോകേണ്ടവരാണ്. എപ്പോഴാണോ ആ വെള്ളത്തിലെ സൂര്യൻ ഇളകുന്നുണ്ട് എന്ന് നമുക്ക് തോന്നും, പക്ഷെ സൂര്യന് ഇളക്കമില്ല, വെള്ളമാണ് ഇളകുന്നത്. ഇതേപോലെ ആത്മാവിന് സുഖദുഃഖങ്ങളൊന്നും ബാധകമല്ല. അത് ഈ ആധാരത്തിന്റെ പ്രകൃതിയുടെ ഭാഗം മാത്രമാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ആ പരമാത്മസ്വരൂപനായ ഭഗവാന്റെ അംശം എന്നുള്ള തിരിച്ചറിവിലേക്ക്, ബോധത്തിലേക്ക് എത്തലാണ് മുക്തി എന്ന് പറയുന്നത്. ഈശ്വരനാണ് ഞാനെന്നുള്ള ബോധത്തിലേക്ക് എത്തലാണ്. ഇങ്ങനെ സാഖ്യയോഗത്തിന്റെ തത്വം ഇതാ വളരെ ചുരുങ്ങിയ സമയത്തിൽ ഇത്രയും ഗഹനമായിട്ടൊരു തത്വം എങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കേണ്ടതെന്നറിയില്ല. എന്തായാലും ഇന്ന് ഭക്തന്മാരായ നിങ്ങളുടെയൊക്കെ അനുഗ്രഹം കൊണ്ട്, നിങ്ങളുടെയൊക്കെ കാരുണ്യം കൊണ്ട്, ഗുരുനാഥൻ്റെ സംപൂജ്യ സ്വാമി ഭൂമാനന്ദ തീർത്ഥയുടെ ഒക്കെ അനുഗ്രഹം കൊണ്ട് ഇതാ ഭഗവാന്റെ കാര്യങ്ങൾ അല്പം നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. അതിന് നിങ്ങളുടെ ഭക്തന്മാരായിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും പാദാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.